നാൾക്കുനാൾ കോൺഗ്രസിനെ കയറി മാന്തുകയാണ് ശശി തരൂർ. പാർട്ടി തലവനാകാൻ മത്സരിച്ചത് മുതൽ ഹൈക്കമാൻഡിന് തലവേദനയാണ് തരൂർ. ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കാൻ പ്രധാനമന്ത്രി ആശീർവദിച്ച് കേന്ദ്രദൂതനായി പുറപ്പെട്ടതോടെ ആ അകലം കൂടി. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിനെ ചൊടിപ്പിച്ച് നരേന്ദ്രമോദിയോട് ചേർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തരൂർ. നെഹ്റു കുടുംബത്തെ ചോദ്യം ചെയ്ത് ഇന്ദിരയ്ക്കു നേരെ ആഞ്ഞടിച്ച് അടിയന്തരാവസ്ഥയുടെ കൊടും ക്രൂരതകളെ ഓർമ്മിപ്പിച്ച് ഏറ്റവും ഒടുവിൽ ദേശീയതയുടെ പേരിൽ മോദി സർക്കാരിനെ പ്രശംസിച്ച് മാറിയ ഭാരതത്തെ പ്രകീർത്തിച്ച് വീണ്ടും തരൂർ അംഗത്തിനിറങ്ങി. തരൂർ ഇപ്പോൾ ഏതു പാർട്ടിയാണ്? കോൺഗ്രസ് പ്രതിരോധത്തിലോ? തരൂർ ഉന്നമിടുന്നതെന്ത്? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ G ഗോപകുമാർ, ജോർജ് പൊടിപ്പാറ, കോൺഗ്രസ് സഹയാത്രികൻ B റജി എന്നിവർ ഒപ്പം ചേരും. കോൺഗ്രസ് നേതാവ് K മുരളീധരനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ G ഗോപകുമാർ, ശ്വാസം മുട്ടുന്നത് കോൺഗ്രസിനോ ശശി തരൂരിനോ? അത് കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയിലേക്കാണ് ശശി തരൂർ കടന്നു പോകുന്നത്. കോൺഗ്രസ്സിന് നടപടി എടുക്കാതിരിക്കാനും പറ്റില്ല. അതേസമയം എടുത്താൽ തരൂറിന് കിട്ടുന്ന മൈലേജ് അത് എങ്ങനെ ഒഴിവാക്കാമെന്ന് ഒരു പദ്ധതി ഇടാനും വയ്യ. ഇതിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമ്പോൾ മറുവശത്ത് BJPക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. കാരണം ഇപ്പോൾ എടുക്കുന്ന ശശി തരൂർ എടുത്ത നിലപാടുകൾ BJPക്ക് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഗുണം ചെയ്യുന്നുണ്ട്. കാരണം കോൺഗ്രസ്സിലെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും അതോടൊപ്പം അടിയന്തരാവസ്ഥയിലെ പ്രശ്നങ്ങൾ ആക്ഷേപിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസ്സിന് നന്നായിട്ട് കൊള്ളുകയും ചെയ്യും. ഇങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിന് ഒന്നുകിൽ നടപടി എടുക്കണം. ആ നടപടി എടുക്കാതെ എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? നടപടി എടുത്താൽ ശശി തരൂരിന് അതൊരു മൈലേജ് കിട്ടുമോ? പക്ഷേ BJPക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശശി തരൂരിനെ ഇങ്ങനെ നിർത്തുന്നതാണ് BJPക്ക് ഒരുപക്ഷെ ഗുണം കിട്ടുന്നത്. ആ ഗുണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ വളരെ സീനിയറായൊരു മെമ്പർ പറയുമ്പോൾ അതിൻ്റെ തട്ട് കോൺഗ്രസ്സിന് ചെറുതല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ്സിനാണ് ഇപ്പോൾ ഇതിൻ്റെ ഫലമായി ഒരു ക്ഷീണം വന്നിരിക്കുന്നത്, ഒരു പ്രതിരോധത്തിലായിരിക്കുന്നത്. ഡോക്ടർ G ഗോപകുമാർ, അതായത് ഈ തരൂരിനെ ഇതേപടി നിലനിർത്തുക എന്നത് BJPയുടെ ലക്ഷ്യം. പക്ഷേ കോൺഗ്രസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ദിര, നെഹ്റു കുടുംബം, അതുവഴി രാഹുൽ ഗാന്ധി ഇവരെയൊക്കെ ഉന്നം വച്ച് കൃത്യമായി തരൂർ ഓരോ ദിവസവും ഓരോന്ന് പറയുമ്പോഴും അച്ചടക്ക നടപടിയെടുക്കാൻ പോലും ആകുന്നില്ലല്ലോ കോൺഗ്രസ്സിന്. ഇത് എത്ര നാൾ കോൺഗ്രസ്സിന് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. തുടക്കത്തിലൊക്കെ അത് പറഞ്ഞെങ്കിലും തരൂർ പറയുന്ന വകവയ്ക്കാതെ മുന്നോട്ട് പോവുക എന്ന ഒരു നിലപാടായിരുന്നു കോൺഗ്രസ് എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ മാനസികമായിട്ടും നിയമപരമായിട്ടും പാർട്ടിയിൽ നിന്ന് അദ്ദേഹം തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഔദ്യോഗികമായിട്ട് രാജിവെച്ചിട്ടില്ല. അദ്ദേഹത്തെ പുറത്താക്കാൻ കോൺഗ്രസ് താല്പര്യപ്പെടുന്നില്ല എങ്കിലും നേതൃത്വത്തെയും പാരമ്പര്യത്തെയും ഒരേ സമയം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തെയും കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തെയും പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയെയും മറ്റും ഇത്ര കടന്ന് ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് എത്ര നാളിത് കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കോൺഗ്രസിന് ഒരു പരിധി കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടി വരും. ശശി തരൂർ ആഗ്രഹിക്കുന്നത് വ്യക്തമായിട്ട് കോൺഗ്രസ് തന്നെ പുറത്താക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് ഉള്ളത്. അതിൻ്റെ തീർച്ചയായിട്ടും ചർച്ചകൾ നടന്നു കാണണം. അതിൻ്റെ പശ്ചാത്തലമായിരിക്കാം തരൂർ ഇത്ര ശക്തമായൊരു വിരോധം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലെ പല നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ K മുരളീധരൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. തരൂർ ഇപ്പോൾ ഏത് പാർട്ടിയിലാണെന്ന് പറയണം എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ്സിന് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് സമ്മർദ്ദമേറുമ്പോൾ നടപടി എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ടോ? അതായത് അത്ര എളുപ്പത്തിൽ തരൂരിൻ്റെ BJP പ്രവേശനം സാധ്യമാക്കേണ്ട എന്നാകുമോ കോൺഗ്രസിൻ്റെ തീരുമാനം? അതായിരിക്കണമെന്നില്ല. കാരണം ഔപചാരികമായിട്ട് തരൂർ BJPയിൽ ചേരുമെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അദ്ദേഹം BJP നൽകുന്ന സ്ഥാനം സ്വീകരിക്കാൻ തയ്യാറാകും. പ്രധാനമന്ത്രിയെയും ഗവൺമെൻറ്റിനെയും പ്രകീർത്തിച്ച് ആവശ്യത്തിലേറെ പറയും, ഇനിയും പറയും എന്നുള്ളതിന് സംശയം ഇല്ല.
തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരുപാട് നിലപാടെടുക്കും. പക്ഷേ ബി ജെ പിയെ പരസ്യമായി ശാസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് രേഖകൾ തരൂറിനെതിരെ ഉള്ളതുകൊണ്ട് തരൂറിൻ്റെ ബൗദ്ധിക നിലപാടുകളെല്ലാം പാരമ്പര്യപരമായിട്ട് ബി ജെ പിക്ക് എതിരായിരുന്നതുകൊണ്ടും ഔപചാരികമായി ബി ജെ പിയിൽ ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബി ജെ പി ഗവൺമെൻറ് നൽകുന്നൊരു സ്ഥാനം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് നമുക്ക് ഈ ചർച്ചകളിൽ നിന്നൊക്കെ നന്നായിട്ട് മനസ്സിലായി. കുറേ നാളുകളായി അദ്ദേഹം മാനസികമായി കോൺഗ്രസ്സിലെ ഹൈക്കമാൻഡുമായി അകന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഹൈക്കമാൻഡിനേക്കാൾ ഒറ്റയ്ക്ക് നിന്നൊരു ബുദ്ധിശക്തി എടുത്തൊരു തീരുമാനമെടുക്കാനുള്ള കഴിവും ചുണയും അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അപ്പോൾ ഒരു അച്ചടക്ക നടപടി വരേണ്ടതാണ്. പക്ഷേ അത് വരാതിരുന്നാൽ കോൺഗ്രസ്സിനകത്തുള്ള അണികൾക്കും ക്ഷീണം വരും. കാരണം എന്തും ഒരാൾ ഒരു പാർട്ടിയെക്കുറിച്ച് പറയുന്ന ഒരാൾക്കെതിരെ നടപടി എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിലേക്കൊരു തിരിച്ചുപോക്കിനി തരൂറിനുണ്ടാകില്ല. ആ നിലയിലേക്ക് സ്ഥിതി വഷളായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഡോക്ടർ ജി ഗോപകുമാർ, അതായത് ഹൈക്കമാൻഡിനെ ഇങ്ങനെ തുടരെ ചൊടിപ്പിച്ചിട്ടും പാർട്ടിയുമായി ആലോചിക്കാതെ പല പല ഇടപെടലുകൾ നടത്തിയിട്ടും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും ശശി തരൂർ എന്ന് ഓർക്കണം. അതായത് ഈ ഹൈക്കമാൻഡിന് തരൂരിനെ പേടിയുണ്ടോ? നമ്മളിത് കാണുന്നതല്ലേ, കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് പഹൽഗാമിലെ സംഭവത്തിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നയപരമായ ഒരു തീരുമാനം എല്ലാ പാർട്ടികളുടെയും അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 42 അംഗങ്ങളുള്ള ഒരു സമിതി അത് 6 കമ്മിറ്റികളായി പിരിഞ്ഞ് അവർ ലോകത്തെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ നയം എന്താണെന്നും നമ്മൾ ആക്രമിക്കപ്പെടുന്നത് തീവ്രവാദികളുടെ കയ്യിലാണെന്നും ലോകത്ത് പൊതുജനാഭിപ്രായം ഉണ്ടാക്കാനായി കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അവിടെ തൊട്ടാണ് ഇത് കൂടുതൽ വ്യക്തമായ സമൂഹത്തിലേക്ക് വന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിയോട് ലിസ്റ്റ് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശകാര്യ സമിതിയുടെ പാർലമെൻറ്റിൻ്റെ തന്നെ സമിതിയുടെ ചെയർമാനായ ശശി തരൂരിൻ്റെ പേര് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത്ര പ്രസിദ്ധിയില്ലാത്ത 4-5 പേരുടെ പേര് കൊടുത്തു. അതിൽ തരൂർ ചൊടിക്കുകയുണ്ടായി എന്നുള്ളതിന് സംശയമില്ല. തുടർന്ന് അദ്ദേഹം ഗവൺമെൻറ് കൊടുത്ത സ്ഥാനം വഹിച്ചുകൊണ്ട് അധ്യക്ഷനായി തന്നെ പല രാജ്യങ്ങളിലും പോയി, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയി. പിന്നെ മാത്രമല്ല, തരൂരിൻ്റെ കഴിവ് വിദേശ മേഖലയിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം. പ്രത്യേകിച്ച് വിദേശകാര്യ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്തരം പാരമ്പര്യവും സീനിയോറിറ്റിയൊക്കെ ഉള്ളപ്പോൾ കോൺഗ്രസ് ഒരിക്കലും അദ്ദേഹത്തെ തടയരുതായിരുന്നു. അദ്ദേഹത്തിനെ വിടുന്നതിൽ ഒരു മാതൃകാപരമായി തന്നെ കാണണമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ മഞ്ഞുരുകുന്ന സാഹചര്യമില്ലാതെ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി അകൽച്ച ഉണ്ടായിരിക്കണം. നമുക്ക് അകത്തിടുന്ന കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നേരത്തെ തന്നെ തെറ്റിയിരിക്കണം. പക്ഷേ കോൺഗ്രസ് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തില്ല എന്ന് പറയുമ്പോൾ തരൂരിന് ആകെ ഒരു കഴിവ് നന്നായിട്ട് കാണിക്കാൻ പറ്റുന്നൊരു മേഖല അന്തർദേശീയ ബന്ധങ്ങളാണ്. അപ്പോൾ തന്നെ നിയന്ത്രിക്കുന്നു, ചങ്ങലക്കിടുന്നു എന്ന് മനസ്സിലായാണ് അദ്ദേഹം തീർച്ചയായിട്ടും അതിനെ വകവയ്ക്കാതെ പുറത്തു പോയത്. അതിനുശേഷം ഗവൺമെൻറ് മോദി ഗവൺമെൻറ് അനുകൂലമായ ഒരുപാട് പ്രസ്താവനകൾ ഇറക്കി. ഇപ്പോൾ തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇതെല്ലാം മനഃപൂർവ്വം കോൺഗ്രസിനെ ചൊടിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു നടപടി എടുക്കൂ എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ നടപടി എടുക്കാൻ വൈകുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നടപടി എടുക്കുന്നില്ല, നിങ്ങൾ ഏതറ്റം വരെ പോകുന്നു എന്ന് കാണാം. പക്ഷേ അത് അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് നല്ലൊരു കംഫർട്ടബിൾ പൊസിഷൻ അറിയാതെ ഉണ്ടാവുകയാണ്. കാരണം കോൺഗ്രസിനകത്ത് നിന്ന് ഇത്രയും വലിയൊരു വിമർശനം ഉണ്ടായിട്ടും കോൺഗ്രസ് നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചെന്ന് കൊള്ളുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. അത് മനസ്സിലാക്കി കോൺഗ്രസ് പാർട്ടിക്ക് നടപടിയെടുക്കാൻ നിർബന്ധമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമ്പോൾ ഒരു കോൺഗ്രസ് MLA കൂടി വരുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നാണ് തരൂർ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ ആൾ തരൂരാണെന്ന സർവേ പങ്കുവെച്ചുകൊണ്ടാണ് തരൂർ മറ്റൊരു വിവാദത്തിന് തുടക്കമിട്ടത്. അപ്പോൾ കോൺഗ്രസിലാണെന്ന് തോന്നിപ്പിക്കുകയും അതേസമയം നരേന്ദ്രമോദിയെ, ദേശീയതയെ, രാജ്യസ്നേഹത്തെ ഒക്കെ പ്രകീർത്തിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു തരൂർ. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ തരൂരിനെ. തരൂര് ഒരു കടങ്കഥയായി മാറുകയാണെന്ന് തോന്നുന്നു. തരൂര് എവിടെയാണ് നിൽക്കുന്നത്, തരൂര് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആത്യന്തികമായിട്ട് അദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ വല്ലാത്തൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണ്. ഗോപകുമാർ സാർ അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. തരൂരിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഓടിച്ചെന്ന് BJP ചേരാൻ അദ്ദേഹത്തിന്റെ പഴയകാല പ്രസ്താവനകളും നിലപാടുകളും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ തടസ്സമാകും. BJPക്ക് പോലും അങ്ങനെ അങ്ങോട്ട് അദ്ദേഹത്തെ വെള്ളം തൊടാതെ കൈക്കല കൂടാതെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്.
കാരണം ഇപ്പോ കോൺഗ്രസിനെതിരെ അദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് ഉപയോഗപ്പെടുന്ന പോലെ തന്നെ മുമ്പ് ബി ജെ പിക്കെതിരെ അദ്ദേഹം ബി ജെ പിക്കാരനല്ലാതിരുന്ന കാലഘട്ടത്തിൽ, കോൺഗ്രസിന്റെ ഉറച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ബി ജെ പിക്കെതിരെ അതിന്റെ വർഗീയതയെക്കുറിച്ച്, അതിന്റെ എന്താ പറയാ ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങളെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് അദ്ദേഹത്തിന് അന്ന് ബി ജെ പിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഏതായാലും ഇപ്പോ സംഭവിച്ച, താങ്കൾ നിലമ്പൂരിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് നിലമ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ നിലമ്പൂരിൽ പ്രചരണം നടക്കുന്ന സമയത്ത് ശശി തരൂര് വലിയ ഉത്തരവാദിത്തങ്ങളുമായിട്ട് അദ്ദേഹം ബി ജെ പി കൊടുത്ത, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഏൽപ്പിച്ചു കൊടുത്ത ആ സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ ഒരു സംഘത്തിന്റെ തലവനായി വലിയ ദൗത്യവുമായിട്ട് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള വലിയ പ്രധാനപ്പെട്ട പല രാഷ്ട്രങ്ങളിലും സന്ദർശനം നടത്തി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം പോയിരിക്കുകയായിരുന്നു. അതൊരു പക്ഷേ ഏറ്റവും നന്നായി വിശദീകരിക്കാൻ കഴിയുന്ന ആളുകളിൽ ഒരാള് ശശി തരൂരാണെന്നും അദ്ദേഹത്തെ കോൺഗ്രസ് കൊടുത്ത 4 പേരുടെ, ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് കൊടുത്ത 4 പേരുടെ പട്ടികയിൽ ആദ്യമേ തന്നെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കും സംശയമില്ല. അവിടെ ആ പേര് ഉൾപ്പെടുത്താൻ പാർട്ടി മടുപ്പ് കാണിച്ചത് ഒരുപക്ഷെ ശശി തരൂരിന് പാർട്ടിയോടുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് ഹൈക്കമാൻഡിന് നേരത്തെ തന്നെ സംശയം തോന്നിയിട്ടുണ്ടാവാം. കൂടുതൽ വലിയ പദവികളിലേക്ക് അദ്ദേഹം പാർട്ടി നിയോഗിക്കുകയും ഒടുവിൽ ആ പാർട്ടിയോട് ഈ രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ കൂടുതൽ വലിയ എന്താ പറയുക, അദ്ദേഹത്തിന് കൂടുതൽ ഇമേജും പ്രതിച്ഛായയും ഉണ്ടാക്കി കൊടുക്കണോ എന്നുള്ളൊരു സംശയം പാർട്ടിക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ന് വരാം. പക്ഷെ ഏതായാലും അത് ചെയ്യേണ്ടതായിരുന്നു. ഒടുവിൽ കോൺഗ്രസ് പാർട്ടി അത് അംഗീകരിക്കുകയും അദ്ദേഹം ഈ പദവി സ്വീകരിച്ചതിന് ശേഷമാണ് പാർട്ടിയെ അറിയിച്ചതെങ്കിൽ കൂടി പിന്നീട് പാർട്ടി ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു എന്താ പറയാ മഹാമനസ്കതയോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു വിശാലമായ ഒരു സമീപനം സ്വീകരിച്ച് അദ്ദേഹത്തിന് പോകാൻ അനുവദിച്ചു. അദ്ദേഹത്തിന് ആ സംഘത്തിന്റെ തലവനാകാൻ വിരോധമില്ല, അതിൽ നിശബ്ദത പാലിച്ച് അത് അംഗീകരിച്ചു വിട്ടു. പക്ഷെ എന്നിട്ടും അദ്ദേഹം ചെയ്യുന്നത് എന്താ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നിരന്തരമായിട്ട് അദ്ദേഹം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത് താങ്ങാൻ പറ്റും. ഇന്നലെ എന്റെ കൂടെ ഒരു ചർച്ചയിലിരുന്ന ഒരാൾ പറയുന്നത് കേട്ടു, ഇതിനേക്കാൾ വലിയ CPM സോമനാഥ് ചാറ്റർജിയെ പോലെ ഒരാൾ നിരന്തരമായിട്ട് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ടുണ്ടായപ്പോ സോമനാഥ് ചാറ്റർജിയെ പോലെ ഒരാളെ പോലും ആ നിലപാടുകളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ധൈര്യം CPM കാണിച്ചു എന്ന് പറയുന്നു. ഏതായാലും സോമനാഥ് ചാറ്റർജിയും CPM ആയിട്ടുള്ള ഒരു ബന്ധമൊന്നും ഈ ശശി തരൂരും കോൺഗ്രസുമായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം അദ്ദേഹം അതിനു മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ 10 അണ്ടർ സെക്രട്ടറി ജനറൽമാരിൽ ഒരാളായിട്ട്, അല്ലെങ്കിൽ 9 ആണ് കൃത്യമായിട്ട് 10 9 അതിലൊരാളായി അദ്ദേഹം പിന്നീട് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചു. അവിടെ അമേരിക്കയുടെ വീറ്റോ പ്രയോഗത്തിൽ, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമേരിക്കയുടെ വീറ്റോ പ്രയോഗത്തിൽ വീണ് അദ്ദേഹം എവിടെയും എത്താതെ അവിടുത്തെ ഉദ്യോഗം മതിയാക്കി വന്നൊരു ഘട്ടത്തിൽ അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ചേർന്നാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ വരൂ. അന്ന് BJP നേതാക്കളോ AB വാജ്പേയിയോ ലാൽകൃഷ്ണ അദ്വാനിയോ അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദിയോ ഒന്നും അല്ല അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹത്തെ ക്ഷണിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മൻമോഹൻ സിംഗ് നേരിട്ട് സോണിയാഗാന്ധിയുടെ എല്ലാ പിന്തുണയോടെ അദ്ദേഹത്തെ ക്ഷണിച്ച് പാർട്ടിയിലേക്ക് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സീറ്റ്, അതായത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു വൈബ്രന്റ് പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ബഹുമുഖ പ്രതിഭയ്ക്ക് ഏറ്റവും സ്വീകാര്യത ലഭിക്കുന്ന, അദ്ദേഹത്തിന്റെ കഴിവുകൾക്ക്, അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരവും ആദരവും ലഭിക്കാൻ ഇടയുണ്ടെന്നുള്ള തിരുവനന്തപുരം പോലുള്ള ഒരു മണ്ഡലത്തിൽ, ഏറ്റവും കൂടുതൽ എലൈറ്റ് വോട്ടേഴ്സ് ഉള്ള ഒരു മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അവിടെ മത്സരിക്കാൻ കോൺഗ്രസിന് ആളില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ നിർത്തി. സോണിയാഗാന്ധി തന്നെയാണ് പറഞ്ഞത്, അവിടെ തന്നെ ആ സീറ്റ് തന്നെ കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. ആ ജയിപ്പിച്ചതിന് ശേഷം ആദ്യത്തെ ഊഴത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പരിചയം, നേരത്തെ ഗോപകുമാർ സാർ പറഞ്ഞ ആ വാക്ക് ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ്. അതായത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ കഴിയുക, അദ്ദേഹത്തിന്റെ കഴിവും പ്രാഗൽഭ്യവും ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങളാണ്. അപ്പോൾ അതിന് ഏറ്റവും സഹായകമായ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വകുപ്പിലേക്ക്, വിദേശകാര്യ വകുപ്പിൽ അദ്ദേഹത്തെ സഹമന്ത്രിയായിട്ട് നിയോഗിച്ചു. ഇപ്പൊ ചോദിക്കാം, ക്യാബിനറ്റ് മന്ത്രി പദം കൊടുത്തില്ലല്ലോ, സഹമന്ത്രി സ്ഥാനമല്ലേ കൊടുത്തുള്ളൂ എന്ന്. അന്ന് ആരായിരുന്നു ക്യാബിനറ്റ് മന്ത്രി? സാൽമൻ ഖുർഷിദിനെ പോലെ ഒരാളായിരുന്നു. അപ്പൊ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാള് ആ വിദേശകാര്യ അതിന്റെ ക്യാബിനറ്റ് റാങ്കിലും. ശശി തരൂർ ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ല, രാഷ്ട്രീയത്തിലും അല്ല, ഈ തരം ഭരണത്തിലും അല്ല. അങ്ങനെ ഒരാളെ ആദ്യം തന്നെ ആ പോസ്റ്റ് കൊടുത്ത് അദ്ദേഹത്തെ
ആ പദവിയിൽ അവരോധിച്ചു. ഇപ്പൊ 4 തവണ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു. ഈ 4 തവണയും നമുക്കറിയാം, ഇപ്പൊ ഈ ഏറ്റവും ഒടുവിൽ വന്നൊരു സർവേയിൽ 28% പേര് ശശി തരൂരിനെ മുഖ്യമന്ത്രിയാകാൻ, കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ സർവേ ടീമിന്റെ ഇതിനെ കുറിച്ച്, അതിന്റെ ഓതന്റിസിറ്റിയെ കുറിച്ചൊക്കെ ബലമായ സംശയമുണ്ട്. 3-4 മാസം മുമ്പ് മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു എന്താ പറയാ ഷാഡോ ആയിട്ടുള്ള ഷെയ്ഡി ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവർ നടത്തിയ ആ സർവേയിൽ പിണറായി വിജയനേക്കാൾ മുകളിൽ പെർസെന്റേജ് കിട്ടുന്ന ശൈലജ ടീച്ചർക്ക്, ഈ പറഞ്ഞ VD സതീശനേക്കാൾ കൂടുതൽ ശശി തരൂരിന്. ഇതൊക്കെ എത്ര കണ്ട് വിശ്വസിക്കുക? ആകപ്പാടെ അതിന്റെ കണക്കുകളൊക്കെ പുറത്തു വന്ന് 100-500 പേരൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ അതിനകത്ത് എന്ത് തരത്തിലുള്ള സർവേ, എത്രത്തോളം സാമ്പിൾ എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും അത് പുറത്തു വിട്ടു. അദ്ദേഹം അത് ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്ത് ഞാൻ ഇപ്പോഴും യോഗ്യനാണ് എന്ന് സ്ഥാപിക്കാനും ശ്രമിച്ചു. അതിരിക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശശി തരൂരിനെ കുറിച്ചുള്ള നമ്മുടെ പ്രശ്നം അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ കാലിബറിനെ കുറിച്ചോ, അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യത്തെ കുറിച്ചോ, അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ ചിന്തയിലെ തെളിമയെ കുറിച്ചോ ഒന്നും നമുക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ ഭാഷാ പാണ്ഡിത്യത്തെ കുറിച്ച്, ആ അനർഗളമായ ആ ഇംഗ്ലീഷ് നിർഗളനം, അദ്ദേഹത്തിന്റെ ആ ഇംഗ്ലീഷിലുള്ള അപാരമായ ഒരു വഴക്കം, അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറെ ആദരിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ സർവകലാശാലകൾ ക്ഷണിച്ച് പ്രസംഗിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ മതേതരത്വത്തെക്കുറിച്ചും ബഹുസ്വരതയെക്കുറിച്ചും ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചും ഇന്ത്യയുടെ സമ്പന്നമായ ആ ഒരു എന്താ പറയാ ഭൂതകാലത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ആരെയും എന്താ പറയാ വേറൊരു വിധാനത്തിലേക്ക്, വേറൊരു ലെവലിലേക്ക് പുതിയ ഉൾക്കാഴ്ചകൾ കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന് അറിവ് ആവശ്യത്തിന് അധികമുണ്ട്. പക്ഷെ ഇപ്പൊ സമീപകാലത്ത് നമുക്ക് തോന്നുന്നൊരു സംശയം, ഈ അറിവിന് ആനുപാതികമായ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. ഒന്നുകിൽ ആ തിരിച്ചറിവ് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തിരിച്ചറിവായി മാറുന്നു, അല്ലാതെ നമ്മളൊക്കെ കാണുന്നൊരു കാഴ്ച എന്താ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ആണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. ആ കോൺഗ്രസിൽ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും മുൻകൈ എടുത്ത് അദ്ദേഹത്തെ നിർത്തുന്നു. ആ 4 തവണ തുടർച്ചയായിട്ട് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിർത്തി ജയിപ്പിക്കുന്നു. ഇന്നും ആ സോണിയാഗാന്ധി കോൺഗ്രസിലുണ്ട്. അവര് പ്രധാനപ്പെട്ട ഒരു ഇതിലിരിക്കുമ്പോ ആ സോണിയാഗാന്ധിയെ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഇത് വേണ്ടേ? എന്നെ ഞാനാക്കിയ, അല്ലെങ്കിൽ എന്നെ ഇന്ന് ഈ കാണുന്ന രാഷ്ട്രീയത്തില് എനിക്ക് ഈ കാണുന്ന അഡ്രസ് ഒക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു ഘട്ടത്തിൽ, ഇപ്പൊ BJPക്ക് പ്രധാനമന്ത്രിക്കൊക്കെ പിന്തുണ കൊടുക്കുന്ന അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഏത് രീതിയിലാണ് അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചതെന്നും ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ കുരുക്കാൻ ശ്രമിച്ചുവെന്നും ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അന്നൊന്നും ഒരു ദാക്ഷിണ്യവും അദ്ദേഹത്തോട് കാണിച്ചിട്ടില്ല ഈ BJP സർക്കാർ. അന്നും കോൺഗ്രസ് അദ്ദേഹത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് എന്താ പറയാ ഏതെങ്കിലും പിന്തുണ കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൂടെ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ച ആ പാർട്ടിയോട് ഒരു നിർണായക ഘട്ടത്തിൽ, ഇപ്പോഴത്തെ പോലെ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ പറയുന്നതൊന്നും അല്ല പ്രശ്നം. നിരന്തരമായിട്ട് അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആ പാർട്ടിയെ വിഷമോർത്തത്തിലാക്കുന്ന രീതിയിൽ പറയുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. വേറെ ഏതെങ്കിലും പാർട്ടി, ഞാൻ താങ്കളോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുന്നത്, ഇത് BJPയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം BJPയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ മറ്റോ ആണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നതെങ്കിൽ, അഭിപ്രായം പറയുന്നെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ? കോൺഗ്രസ് കുറെ കൂടി ഉദാരതയുള്ള ഒരു പാർട്ടിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിയാൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനം നിലനിൽക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പുറത്താക്കി രക്തസാക്ഷി പരിവേഷം കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് MP സ്ഥാനം നിലനിർത്തുന്നില്ല എന്നുള്ളൊരു തന്ത്രപരമായ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാകാം കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാത്ത. കോൺഗ്രസ് സഹയാത്രികൻ B റജി കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ B റജി, എന്തുകൊണ്ട് ഇങ്ങനെ നിരന്തരം കോൺഗ്രസിനെ തരൂർ പ്രതിസന്ധിയിലാക്കുന്നു, വിഷമവൃത്തത്തിലാക്കുന്നു എന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ടോ? അതവരുടെ പരിഗണനയിലുണ്ടോ? നോക്കൂ, ഇവിടെ ആൽഫ ബുക്സ് 2018 പ്രസിദ്ധീകരിച്ച ബഹുമാനനായ ശശി തരൂർ തന്നെ എഴുതിയ ഒരു പുസ്തകം ഉണ്ട്. നരേന്ദ്രമോദിയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. അതായത് നരേന്ദ്രമോദിയുടെ സ്വഭാവത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ പറ്റിയാണ് അദ്ദേഹം അതിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതേ രീതിയിൽ ബഹുമാനനായ ശ്രീ ശശി തരൂരിൻ്റെ സ്വഭാവത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ച് ഒരു പഠനം നടത്തേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. കാരണം 16 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ്സിലേക്ക് കടന്നു വന്ന് കോൺഗ്രസ് എല്ലാവിധ പരിരക്ഷയും പ്രോത്സാഹനവും സ്ഥാനമാനങ്ങളും നൽകി മന്ത്രിയാക്കി, എം പിയാക്കി 4 തവണ
അദ്ദേഹത്തെ മന്ത്രിയാക്കി, അദ്ദേഹത്തിനെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കി. അങ്ങനെ കോൺഗ്രസ്സിൽ ഏറ്റവും പരമോന്നത പദവിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗത്വവും അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തെ എല്ലാ രീതിയിലും സംരക്ഷിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് എല്ലാ പ്രോത്സാഹനം നൽകുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ പാർട്ടിയെ പൊതുജനങ്ങൾക്ക് മുമ്പാകെ അല്ലെങ്കിൽ എതിരാളികൾക്ക് വിമർശിക്കുവാൻ, കടിച്ചു കീറുവാൻ തക്ക തരത്തിലുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ മുൾമുനയിൽ നിർത്തുന്ന ഈ ശശി തരൂരിൻ്റെ സ്വഭാവം സംബന്ധിച്ച് ബഹുജനങ്ങളാണ് ഇത് വിലയിരുത്തേണ്ടത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമാധികാര ഏറ്റവും സമുന്നതമായിട്ടുള്ള സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ മെമ്പറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനങ്ങളോ നടപടികളോ എടുക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കുള്ളതാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയായിട്ട് ആണ് ഇവിടെ ഇരിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ബഹുസ്വരതയുള്ള, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ ഈ പാർട്ടി നൽകുന്ന അത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി നൽകുന്നു എന്ന് നമുക്ക് കരുതാനാവില്ല. അപ്പോൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിലും ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ തത്വസംഹിതകളെ അംഗീകരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയും അതിൻ്റെ അച്ചടക്കം പാലിക്കുകയും അതിൻ്റെ ലക്ഷ്മണ രേഖയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾ നിർവഹിക്കേണ്ടത്. അങ്ങ് പറഞ്ഞു വരുന്നത് കോൺഗ്രസ് കൃത്യമായി ഉപയോഗപ്പെടുത്താത്തതിൻ്റെ നിരാശയിലല്ല തരൂരിൻ്റെ ഈ പുറപ്പാടെന്നാണ്. അതെ, ഈ ശശി തരൂരിൻ്റെ ഒരു സ്വഭാവത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതായി കാണുവാൻ കഴിയും. അദ്ദേഹം യുണൈറ്റഡ് നേഷനിൽ പ്രവർത്തിക്കുമ്പോൾ UN സെക്രട്ടറി ജനറൽ പദത്തിലേക്ക് അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ G23 ഉണ്ടാക്കി. അതുപോലെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയായി. 11% വോട്ടാണ് അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ഇവിടെ അധികാരത്തിലുള്ള CPM-നെ അതിൻ്റെ വ്യവസായ നയത്തെ അദ്ദേഹം വാനോളം പുകഴ്ത്തുന്നു. അദ്ദേഹം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിൻ്റെ നയങ്ങളെ അദ്ദേഹം കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും സംരക്ഷിക്കുകയും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി ഉള്ള നിലപാടുകൾ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നാവും അദ്ദേഹത്തിൻ്റെ പേനയും ആർക്കോ പണയം വെച്ചിരിക്കുന്നത് പോലെയുള്ള നിലപാടുകളാണ് ഈ അടുത്ത കാലത്തായി അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും അധികാരത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അധികാരം ഉള്ള സ്ഥാനത്തേക്ക് അദ്ദേഹം കണ്ണെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഈഗോയിസ്റ്റിക് ബിഹേവിയറിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് കോൺഗ്രസ് എല്ലാ തരത്തിലും തുടക്കം മുതൽ തന്നെ അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിലെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ ഇന്ത്യയുടെ നോമിനിയായി നോമിനേറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു 16-17 വർഷത്തെ അനുഭവ പരിജ്ഞാനം മാത്രമാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിലുള്ളത്. ഈ ദേശീയതയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ സോഷ്യലിസത്തിലും സെക്കുലറിസത്തിലും വിശ്വസിക്കുന്ന ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന ബഹുമാന്യനായ ശശി തരൂർ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനത്തെയും അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴിരിക്കുന്ന ഈ സ്ഥാനത്തേക്ക് കയറി ചെല്ലുവാൻ കേരളത്തിൽ അദ്ദേഹത്തിന് ഈ 4 തിരഞ്ഞെടുപ്പുകളായി വോട്ട് ചെയ്ത ഏതാണ്ട് ഒരു 14 ലക്ഷം വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരോട് അദ്ദേഹം ചെയ്യുന്ന സമീപനം, അദ്ദേഹം കാട്ടുന്ന സമീപനം, അത് ഈ വോട്ട് ചെയ്തവരോട് കാണിക്കുന്ന ഒരു നന്ദികേടായിട്ട് നമുക്ക് കരുതിക്കൂടെ? അതായത് കോൺഗ്രസിൻ്റെ ലേബലിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ, തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 35 വർഷത്തെ തെരഞ്ഞെടുപ്പിനിടയിൽ ഒരേ ഒരു തവണ മാത്രമാണ് കോൺഗ്രസിന് അവിടെ അവിടെ ഒരു MP വിജയിപ്പിക്കാൻ കഴിയാതിരുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായ തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ വിയർപ്പ് ഒഴുക്കിക്കൊണ്ട് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയക്കുമ്പോൾ ആ കോൺഗ്രസ് പ്രവർത്തകരോട് കാട്ടേണ്ട ഒരു മര്യാദയും ഒരു നന്ദിയുമുണ്ട്. അത് ബഹുമാന്യനായ ശശി തരൂർ കാട്ടണമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു നിലപാടുകളുടെ ഒരു അസ്ഥിരത. ഇതിപ്പോൾ നന്ദികേടിൻ്റെ മാത്രം പ്രശ്നമാണോ? രാഷ്ട്രീയമായ തിരിച്ചറിവിൻ്റെ കൂടിയായാലോ? തീർച്ചയായും. അത് സംബന്ധിച്ച് ഇപ്പോൾ ബഹുമാന്യനായ ശശി തരൂർ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വലിയ പ്രാഗൽഭ്യമുള്ള പ്രഗത്ഭനായ രാഷ്ട്ര അങ്ങേയറ്റത്തെ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിത്വമാണ്. ആ മനുഷ്യൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിരാളികൾക്ക് വലിച്ചു കീറുവാൻ, കടിച്ചു കീറുവാൻ, വിമർശിക്കുവാൻ ഉള്ള അവസരം ബോധപൂർവം സൃഷ്ടിച്ചു കൊടുക്കുന്നത്
മര്യാദയാണോ എന്നുള്ളത്. തരൂരിനെ അണികൾക്കിടയിലേക്ക് കടിച്ചു കീറാൻ കോൺഗ്രസ് ഇട്ട് കൊടുത്തില്ലേ? ഏത് തരത്തിൽ, എവിടെ, എപ്പോ? ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്രം നൽകുന്ന പട്ടികയിൽ തരൂരുണ്ട്, കോൺഗ്രസ് നൽകിയ പട്ടികയിലുണ്ടോ? ഞാനൊരു കാര്യം, വിദേശകാര്യ വിദഗ്ധനെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഒരാളെ എന്തുകൊണ്ട് അവിടെ വെട്ടിമാറ്റി? അപ്പോൾ കോൺഗ്രസ് അണികൾക്കിടയിൽ അനഭിമതനാണ് ഇയാളെന്ന് ആവർത്തിച്ച് കാട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസും കാണിച്ചില്ലേ? കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ സമുന്നതനായ ഒരു നേതാവിനെ, ഒരു അംഗത്തെ ആരെങ്കിലും അദ്ദേഹത്തെ ഇകഴ്ത്തി കാട്ടുവാൻ ശ്രമിക്കുമോ? പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാലും ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ആലോചിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ബഹുമാനായ ശശി തരൂർ ഉണ്ടാവില്ലേ? നോക്കൂ, നമ്മൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ മെമ്പറോട് ഈ തരത്തിൽ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷനിൽ പങ്കെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി അത് ആലോചിച്ചു. അതുപോലെ CPM-ൻ്റെ മെമ്പർ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ആലോചിച്ചു. അവിടെ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയകാര്യ സമുന്നതനായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശശി തരൂർ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയോട് അദ്ദേഹം ഒന്ന് ഈ കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തിയിരുന്നില്ല? തരൂരിന് ആകാശത്ത് സ്വതന്ത്രമായി പറക്കാനാണ് ഇഷ്ടം, അദ്ദേഹം തന്നെ അത് പറഞ്ഞല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും ശശി തരൂർ. എന്നിട്ടും പാർട്ടിക്കുള്ളിൽ നിന്ന് തുടരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താകും തരൂർ ഉന്നം വയ്ക്കുന്നത്? എൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ അത് സത്യമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിലോ ഇന്ത്യ മഹാരാജ്യത്ത് ലംഘനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ വിഷയം ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ വിഷയമാണ് പറഞ്ഞത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞതെങ്കിൽ, കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് കോൺഗ്രസിനെതിരായി പ്രവർത്തിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ബഹുമാനായിട്ടുള്ള ശ്രീ സജി എന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. നോക്കൂ, ശശി തരൂർ പറഞ്ഞ വിഷയം എന്താണ്? 21 മാസത്തോളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മൗലികാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി ഉണ്ടായി. അത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ കറുത്ത ദിനങ്ങളാണ്. എന്താ തെറ്റുള്ളത്? യാഥാർത്ഥ്യമല്ലേ? അത് ശശി തരൂരല്ല, എല്ലാവരും പറയേണ്ട കാര്യമാണ്. എന്തിനായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എന്തായിരുന്നു ഇന്ദിരാഗാന്ധിയും സഞ്ജയും കൂടി ഇവിടെ നടത്തിയ അഭ്യാസങ്ങൾ? എന്താണ്? നമ്മുടെ ഭർത്താക്കന്മാരെ പുറത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചിരുന്ന അമ്മമാരുണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യത്ത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. അത് അവരെ ബലമായി പിടിച്ച് വന്ധീകരിക്കുന്ന ഒരു സ്വഭാവം, ആ വൃത്തികെട്ടവൻ ചെയ്തിരുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനായിരുന്നു ആ അവസ്ഥ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയത്? അതിനെ കൃത്യമായി എതിർക്കണ്ടേ? പത്രസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? ഇവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രാസംഗികരൊക്കെ ഒന്ന് പറയണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പത്രസ്വാതന്ത്ര്യത്തെ ഹനിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മാസങ്ങളോളം ഇവിടെ ഈ പ്രവൃത്തി നടത്തിയത്? മൗലികാവകാശങ്ങളെ ലംഘിച്ചത്, സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ വേണ്ട എന്ന് വെച്ചത്. ഇന്ന് സംവിധാൻ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ എടുത്ത നെഞ്ചത്തും വെച്ച് നടക്കുന്നില്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ? ആ കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കാതെ, ആ ഭരണഘടനയെ പുച്ഛിച്ച്, ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിപൂർണമായി ലംഘിച്ചുകൊണ്ട് ആ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി ശൈലിയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മോശകരമായി പ്രവർത്തിച്ച കോൺഗ്രസിന്റെ ചരിത്രമാണ്. ആ ചരിത്രം നടത്തിയിട്ടുള്ള വ്യക്തി ആണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തികളുടെ പൂർവികർ ചെയ്ത പ്രവൃത്തിയാണ്. ഡയറക്റ്റല്ലേ? അപ്പോൾ ഇതിൻ്റെ ശശി തരൂരിനോട് ഇവർക്കുള്ള കുശുമ്പും ഇവർക്കുള്ള വൈരാഗ്യവും എന്താണ്? അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, BJP-യുടെ ആരുമല്ല. അതുകൊണ്ട് തന്നെ BJP-ക്ക് അതിൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അതൊരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതാണ്. ശശി തരൂർ ഇവർക്ക് കണ്ണിലെ കരടാകുന്നത് എപ്പോഴാണ്? ശശി തരൂർ AICC അധ്യക്ഷനാകുന്നതിന് വേണ്ടി നോമിനേഷൻ കൊടുക്കുന്നത് മുതലാണ് ശശി തരൂർ ഇവരെ കണ്ണിൽ കരടാകുന്നത്. അതുക്ക് മുൻപ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നിരവധി ആളുകൾ എതിർത്ത വിഷയത്തിൽ അതിൽ ശശി തരൂർ അംഗമായിരുന്നു. സ്വാഭാവികമായിട്ട് ശശി തരൂർ എടുത്ത ആ തീരുമാനങ്ങൾ മുതൽ അവിടുന്ന് AICC അധ്യക്ഷനാവാൻ എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ, ഗാന്ധിയുടെ ആയിട്ട് ഒരു ബന്ധമൊന്നുമില്ല, പക്ഷെ ഇവരുടെ പേരിൻ്റെ വാല് വെച്ച് ഞാൻ പറയുകയാണ്, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബ സ്വത്തായിട്ട് വാഴ്ന്നു പോകുന്ന ഇവർക്ക് സ്വറപാടുന്നവർക്ക് വേണ്ടി മാത്രം ഇന്ത്യ മഹാരാജ്യത്ത് മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും MP സ്ഥാനവും വെച്ച് നീട്ടിക്കൊടുക്കുന്നിടത്ത് ഒരു വ്യക്തി മറ്റൊരു ശൈലിയിൽ വന്ന് ഇവരോട്
മത്സരിക്കാൻ തയ്യാറായപ്പോൾ ഇവരുടെ അപ്രമാദിത്യം അത് പ്രിയങ്ക വരെയുള്ള ആളുകൾ കാണിച്ചു, രാഹുൽ കാണിച്ചു, സോണിയ കാണിച്ചു. ഇതൊക്കെ മുമ്പും ഇതിലുണ്ടായിരുന്ന ഈ വിഭാഗങ്ങളൊക്കെ ഈ അഭ്യാസങ്ങൾ ഇവിടെ നടത്തി പോന്നിരുന്നു. ആ പോന്നിരുന്നിടത്താണ് ശശി തരൂരിന് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ എപ്പോഴും പറയുന്നത് എന്താണ്? ഈ പാർട്ടിയിൽ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും വ്യക്തിപരമായ അഭിപ്രായം പറയാം. ആ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതിൽ വിലക്കുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന അച്ചടക്കത്തിൻ്റെ വടിവാളോങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനയല്ല. ഈ അഭിപ്രായം പറയുന്നവരെ ഞങ്ങൾ മാനിക്കുന്നു, ഇതിനകത്ത് ജനാധിപത്യമുണ്ട്. ഇതൊക്കെ പറയുന്നവരെന്നല്ലേ, ഞാൻ പറഞ്ഞതൊന്നുമല്ല കേട്ടോ. ഇവരുടെ നേതാക്കന്മാരെ നാളുകൾക്ക് മുൻപും മാസങ്ങൾക്ക് മുൻപും വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെ പാടി നടന്നതാണ്. ആ പാടി നടന്ന നേതാക്കന്മാർക്ക് ശശി തരൂർ എന്ന് പറയപ്പെടുന്ന അവരുടെ MP, കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വന്ന അവരുടെ MP കോൺഗ്രസ് ചെയ്തൊരു പ്രവൃത്തി ശരിയായിരുന്നില്ല എന്നും അത് സമൂഹത്തിന് ദോഷമായിരുന്നുവെന്നും ഈ രാജ്യത്തിന്റെ കറുത്ത ഏടാണ് എന്നും ഇരുണ്ട ചരിത്രത്തിലേക്ക് നാടിനെ എന്തിനു നയിച്ചുവെന്നും അത് ആവർത്തിക്കാതിരിക്കാമായിരുന്നു, അത് കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അത് ചെയ്യരുതായിരുന്നുവെന്നും അഭിപ്രായമുണ്ട് എങ്കിൽ ആ അഭിപ്രായത്തെ മാനിക്കാൻ എന്താണ് ഇവർക്ക് ബുദ്ധിമുട്ട്? അപ്പൊ ആ അഭിപ്രായം പൊതുസമൂഹത്തിന്റെ അഭിപ്രായമാണ്. ആസ് എൻ MP അദ്ദേഹം ഒരു വിഷയം പറയുന്നു, അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായം പൊതുസമൂഹത്തിൽ കൃത്യമായുള്ള അഭിപ്രായമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ നിരവധി ജനങ്ങൾ അത് ശരിയാണെന്ന് അംഗീകരിക്കുന്നു. ബഹുമാനായ ശ്രീ റെജി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് 4 കൊല്ലമായിട്ട് ചെയ്ത വോട്ടർമാരുടെ കണക്ക്. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ വോട്ടർമാരുടെ 100 ഇരട്ടി ആളുകൾ ശശി തരൂർ ഇന്ന് പറഞ്ഞ ഈ അഭിപ്രായത്തിനെ ശരിവെക്കുന്നവരുണ്ട്. അപ്പൊ ആ അഭിപ്രായത്തെ അങ്ങെന്താണ് മാനിക്കാത്തത്? ഭാരതത്തിനകത്ത് ജനിച്ചു വളർന്ന നിരവധി ആളുകൾ ഭാരതത്തിനോട് കാണിച്ച കോൺഗ്രസിന്റെ നീതികേട്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്നാണ് ഭാരതത്തെ സ്നേഹിച്ചിട്ടുള്ളത്? എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഭാരതത്തിനോട് കൂറുണ്ടായിട്ടുള്ളത്? എന്നാണ് കോൺഗ്രസ് പാർട്ടി അവനവന്റെ അധികാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് വിട്ട് ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പിണ്ണാക്കം ചെയ്തിട്ടില്ല? നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ ഈ നാടിനെ ഏറ്റവും കൂടുതൽ പുറകോട്ട് വഹിച്ചവരാണ്. ഈ നാടിന് വികസനത്തിന് കട്ടവെച്ചവരാണ്. ഈ നാട്ടിൽ വർഷങ്ങളോളം ഭരിച്ചിട്ട് വളർന്നു വരുന്ന യുവതലമുറയെ പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട വ്യക്തിയാണ്. ഈ പോയ 11 വർഷവും അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ച വർഷങ്ങളും നിങ്ങളൊന്ന് തുലനം ചെയ്യേ. നമുക്ക് ഡിബേറ്റ് വെക്കാം 1.5 മണിക്കൂർ നേരം. കോൺഗ്രസിന്റെ ചരിത്രപരമായിട്ടുള്ള ഓരോ പ്രവർത്തികളും, കോൺഗ്രസിന്റെ ഭരണപരമായിട്ടുള്ള ഓരോ പ്രവർത്തികളും, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ വന്ന സർക്കാരും ശ്രീ ബഹുമാനായ നരേന്ദ്രമോദി അവരുടെ നേതൃത്വത്തിൽ വന്ന സർക്കാരും നിങ്ങളുടെ കോൺഗ്രസ് സർക്കാരും ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അക്കമിട്ട് നമുക്ക് തുലനം ചെയ്യാം. ആ ചെയ്യുന്ന സമയത്ത് ഈ 11 വർഷക്കാലവും AB വാജ്പേയിജി ഉണ്ടായിരുന്ന കാലഘട്ടവും നിങ്ങളുടെ സർക്കാരുകൾ ഉണ്ടായിരുന്ന കാലഘട്ടവും മൻമോഹൻ സിംഗ് സർക്കാർ വന്ന കാലഘട്ടവും ആ സമയത്ത് ഭാരതത്തിന്റെ സാമ്പത്തിക അവസ്ഥയും ഭാരതത്തിന്റെ മറ്റു വളർച്ചകളും ലോകരാഷ്ട്രങ്ങളിൽ ഭാരതത്തിന്റെ സ്ഥാനവും ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാന്നേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു MP എന്ന രീതിയിൽ വിദേശ രാജ്യങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ വിദേശ മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്ത വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ക്ലിയർ കട്ടായിട്ട് പറയുന്ന സമയത്ത് അത് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇന്നും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ പ്രവർത്തന ശൈലികളെ അംഗീകരിച്ചും അത് നടപ്പിലാക്കണമെന്നും മനസ്സിൽ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്ന് നമ്മൾ ഇതിനെ ന്യായീകരിക്കേണ്ടി വരും, ഇല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശശി തരൂർ പറഞ്ഞ അഭിപ്രായം ഇവിടുത്തെ വോട്ടർമാരെക്കാൾ കൂടുതൽ വോട്ടർമാർ, ഇന്ത്യയിലെ വോട്ടർമാർ, ഇന്ത്യൻ പൗരന്മാർ അംഗീകരിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ആയിട്ട് ശശി തരൂർ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞാലും, ഉല്ലാസ് ബാബു എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞാലും, കൃഷ്ണരാജ് പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ട വിഷയങ്ങൾ ജനങ്ങൾ അംഗീകരിക്കും. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ പരിപൂർണമായി ഭാരതത്തിന്റെ ഏറ്റവും വലിയ മോശകരമായ ദിവസങ്ങൾ സമ്മാനിച്ചതാണ്. അവിടെ ഇന്ദിരാഗാന്ധിയും സഞ്ജയും കൂടി നടത്തിയിട്ടുള്ള ക്രൂരതകൾ, മൗലികാവകാശ ലംഘനങ്ങൾ, ഏറ്റവും കൂടുതൽ സാധാരണക്കാർ, അടിസ്ഥാനവർഗരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ നടത്തിയ അക്രമങ്ങൾ, സാഡിസ്റ്റ് ആയിരുന്നില്ല ഇയാൾ? സാഡിസമായിരുന്നില്ല അവർ നടപ്പിലാക്കിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്താണ് അവർ ഭാരതത്തിനകത്ത് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ് അവർ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിച്ചത്? അതായത് ഇത് 1-2 തവണയല്ല കോൺഗ്രസിനെ തരൂർ പ്രതിസന്ധിയിലാക്കുന്നത്. മുൻപ് കേരളത്തിൽ വന്ന് പിണറായി വിജയൻ സർക്കാരിനെ പ്രകീർത്തിച്ചിട്ടുണ്ട് 1-2 വട്ടം. ഈ സമീപകാലത്തായി ദേശീയതയെ, നരേന്ദ്രമോദിയെ, ഭാരതത്തിൻ്റെ പുതിയ കാലത്തെ ഒക്കെ അങ്ങേയറ്റം എടുത്തു പറയുന്നുണ്ട്, അത് ആവർത്തിക്കുന്നുണ്ട് ശശി തരൂർ. ഈ കോൺഗ്രസ് ആണോ തരൂരിൻ്റെ ശത്രു?
ഒരിക്കലും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തരൂരിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം, ഞാനിത് ചോദിക്കാൻ കാരണം ഇന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു വാക്കാണ്, കോൺഗ്രസിനെ കുറിച്ച് മാത്രം തരൂർ നല്ലത് പറയുന്നില്ല എന്ന്. പറയാനില്ലായിരിക്കാം. അല്ല, തരൂരിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളും പ്രസംഗങ്ങളും എല്ലാം നോക്കിയാൽ അദ്ദേഹത്തിലെ ലിബറൽ ചിന്താഗതിയും ഒരു പ്ലൂറലിസ്റ്റ് വാല്യൂവും ദേശീയതയും ബഹുസ്വരതയും എല്ലാം നന്നായിട്ടിത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് തുറന്ന പുസ്തകം പോലെ വായിക്കാവുന്നതേ ഉള്ളൂ. എല്ലായിടത്തും കിട്ടുന്ന പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം ഒരു വലിയ പരിധിവരെ കോൺഗ്രസുമായിട്ട് ഐഡിയോളജിയുമായിട്ട് ചേർന്ന് പോകുന്നത് തന്നെയാണ്. അതുകൊണ്ട് അന്ന് കോൺഗ്രസ്സിൽ വന്ന് ചേർന്നത് വഴിതെറ്റി വന്നതല്ല, അദ്ദേഹം നേരിട്ട് അതിലേക്ക് വന്നതാണ്. കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് ഹൈക്കമാൻഡുമായി അദ്ദേഹം അകന്നു എന്നുള്ളതാണ്. അത് ഒരു വലിയ ഘടകമാണ്. പഹൽഗാമിന് ശേഷമുണ്ടായ സംഭവവികാസങ്ങൾ അതൊരു വഴിത്തിരിവായി മാറി. പിന്നൊന്ന് ഇവിടെ നമ്മളെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതും ചൂണ്ടിക്കാണിച്ചതും പോലെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടത്തിൽ അധികാരം വേണമെന്നുള്ള താല്പര്യം നന്നായിട്ടുണ്ട്. അത് ഒളിച്ചു വയ്ക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ട് വലുതായിട്ട് കിട്ടാനില്ല എന്നുള്ള മനസ്ഥിതിയിലാണ്. തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ വശത്തു നിന്ന് എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാതെ പറയാൻ പറ്റില്ല. പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പെരുപ്പിച്ചത് ഈ വഴിക്കാക്കിയത് കോൺഗ്രസ് അല്ലേ? ഞാൻ ചോദിക്കാൻ കാരണം, കനിമൊഴി പോയില്ലേ ആ സംഘത്തിൽ? ഒവൈസി പോയില്ലേ? കോൺഗ്രസിലെ മറ്റു നേതാക്കൾ പോയില്ലേ? തരൂരിനെ മാത്രം ആ പട്ടികയിൽ നിന്ന് വെട്ടിനിരത്തിയതിലൂടെ, ഉപയോഗിക്കേണ്ട ആളെ ഉപയോഗിക്കാത്തതിലൂടെ കോൺഗ്രസ് ക്ഷണിച്ചു വരുത്തിയ വിപത്തല്ലേ ഇത്? അത് ആ പഹൽഗാമിന് ശേഷമുണ്ടായ പാർലമെൻ്ററി കമ്മിറ്റികളുടെ നോമിനേഷൻ വന്നപ്പോൾ അവിടെ ഹൈക്കമാൻഡ് തരൂർ ഇനി കൂടുതൽ ഷൈൻ ചെയ്യേണ്ട എന്നുള്ള ചിന്താഗതിയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ പേര് വെട്ടി. അത് വലിയൊരു മിസ്റ്റേക്കായിപ്പോയി, വലിയൊരു പാളിച്ച തന്നെ എന്ന് പറയേണ്ടി വരുന്നു. കാരണം അദ്ദേഹത്തിന് ഏറ്റവും നന്നായി ശോഭിക്കാൻ കഴിയുന്നൊരു രംഗത്ത് അതിൻ്റെ ഗുണം കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടും എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ തന്നെയായിരുന്നു വിടേണ്ടിയിരുന്നത്. അതിന് തർക്കമൊന്നുമില്ല. അക്കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതൊന്നും വലിയ നേട്ടമൊന്നും ആയിരിക്കില്ല. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചാൽ പരാജയപ്പെടുകയും ചെയ്യും. അത് വേറൊരു ഭാഗം. പക്ഷേ അന്തർദേശീയ ബന്ധങ്ങളിൽ അദ്ദേഹത്തിന് കഴിവുണ്ട്, ഡിപ്ലോമസിയിൽ കഴിവുണ്ട്, അതിൽ അഗ്രഗണ്യനാണ്, തർക്കമൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെ ഒഴിവാക്കിയത് തെറ്റാണ്. ഒരുപക്ഷെ ഹൈക്കമാൻഡുമായി അകന്നിരിക്കാം, നമുക്കതറിയില്ല. അത് പിൽക്കാലത്ത് അദ്ദേഹം എഴുതുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആത്മകഥയൊക്കെ എഴുതുമ്പോൾ. എന്തായാലും ഇത് കുറച്ച് നാളായി പുകയുന്നൊരു കാര്യമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചത് തന്നെ വളരെ വ്യക്തമാണ്. അവിടെയും അദ്ദേഹത്തിൻ്റെ അധികാര താല്പര്യം ക്ലിയറാണ്. വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് പ്രസിഡൻ്റ് ആക്കണം എന്നുള്ളൊരു. അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ കൊടുത്ത സീറ്റ് പിന്നിലായി. പരാജയപ്പെട്ടതിന് ശേഷം പരാജയപ്പെടും നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. പ്രസിഡൻ്റായി ജയിക്കില്ല എന്നറിയാമായിരുന്നു. അദ്ദേഹത്തിന് വർക്കിംഗ് കമ്മിറ്റി കൊണ്ടുവന്നത് അദ്ദേഹത്തിനെ ഒന്ന് സമാധാനപ്പെടുത്താനാണ്. അതിൽ അദ്ദേഹം സമാധാനപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇനിയുള്ള കരിയറിൽ ഏതെങ്കിലും നല്ല പൊസിഷനിൽ എത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുതന്നെയാണ് ഹൈക്കമാൻഡുമായി അകലാൻ കാരണം. ആ അകൽച്ചയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് കൂടുതൽ പഹൽഗാമിൻ്റെ സംഭവം വന്നപ്പോൾ അത് കൂടുതൽ മുറിവേക്കുകയും അതിനുശേഷം ഈ അവസരം ബി.ജെ.പിയുടെ നേതൃത്വം നന്നായി ഉപയോഗിച്ചു. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. തരൂരിനെ ഇങ്ങനെ നിർത്തുന്നത് ബി.ജെ.പിക്ക് ഗുണമാണ്. കാരണം ബി.ജെ.പിയിൽ വന്നിട്ടുമില്ല, എന്നാൽ കോൺഗ്രസ് ഒട്ട് പുറത്താക്കിയിട്ടുമില്ല. അപ്പോൾ അതേസമയം കോൺഗ്രസിന് ചീത്ത പറയുകയും ചെയ്യുന്നു. ഈ സാഹചര്യം രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ്സിന് ദോഷം ചെയ്യും. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യം എത്ര നാൾ പോകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ശരി, ഞാനെങ്കിലേക്ക് വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, അതായത് ഈ തരൂർ ഇപ്പോൾ വിമർശിക്കുന്നത് ആരെയാണ്? കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതരെന്ന് അവർ വിശ്വസിക്കുന്നവരെ, ഇന്ദിരാഗാന്ധിയെ, സഞ്ജയ് ഗാന്ധിയെ, അതിലൂടെ രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ ഒക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടി എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നൊക്കെയോ ചില മറുപടികൾ വരുന്നു എന്നല്ലാതെ ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റി അംഗമായി നിലനിൽക്കുന്ന, ഒരു ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെ മാറി നടക്കുന്ന ഒരാളാണ് ശശി തരൂർ. എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് ഒരു ചെറുവിരൽ അനക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല? വൈകിയില്ലേ? അതായത് ഇപ്പൊ കൃഷ്ണരാജ്, ശശി തരൂരിനെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ഈ കോൺഗ്രസ് പാർട്ടി അങ്ങ് ഇല്ലാതാകുന്നൊക്കെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു അർത്ഥമില്ല. അത്ര അനിവാര്യതയൊന്നും അല്ല ഈ ശശി തരൂർ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ഉണ്ട്,
ഒരു എന്താ പറയാ, ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു പാൻ വേൾഡ് പ്രതിച്ഛായുണ്ട്, പാൻ ഇന്ത്യൻ പ്രതിച്ഛായുണ്ട്, ഒക്കെ ശരി. പക്ഷേ കോൺഗ്രസ് നിലനിൽക്കുന്നതും കോൺഗ്രസ് എത്രത്തോളം ആയതും ഒക്കെ ഈ ശശി തരൂരിനെ കൊണ്ടാണ് എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹം എത്രത്തോളം ആയത് കോൺഗ്രസിനെ കൊണ്ടാണ് എന്ന് പറയുന്നതാണ് സത്യം. കാരണം ഇത്രയൊക്കെ കഴിവുള്ള, ഇത്രയൊക്കെ ബ്രാൻഡ് വാല്യൂ ഉള്ള, ഇത്രയെല്ലാം മഹാരഥനായ ഒരു മനുഷ്യനെ അന്ന് അവിടെ തോറ്റു കഴിഞ്ഞ് എങ്ങുമല്ലാതെ ആയി മടങ്ങി വന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാനും അദ്ദേഹത്തെ സ്വീകരിക്കാനും മാന്യമായൊരു പൊസിഷൻ കൊടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഈ പറഞ്ഞ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അതുവരെ അമേരിക്ക അവിടെ UN അണ്ടർ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു ഇതിനൊക്കെ അപ്പുറത്ത് എത്രയോ വലിപ്പം അദ്ദേഹത്തിന് ഈ ഒരു പദവി കൊണ്ട് കിട്ടി. കോൺഗ്രസ് കൊടുത്ത വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം മാത്രമല്ല, അത് ശശി തരൂരിനെ പോലെ ഒരാളുടെ കയ്യിലാവുമ്പോൾ ആ സഹമന്ത്രി സ്ഥാനത്തിന് ഒരുപാട് വാല്യൂ കൂടുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നേരത്തെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, അദ്ദേഹം സ്വതന്ത്രമായിട്ട് പറക്കുന്നു, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു കളറയിൽ ഒതുക്കാൻ പറ്റില്ല. ഏത് പാർട്ടിയുടെ ആണെങ്കിലും ആ ഒരു ചതുരത്തിൽ മാത്രം ഒതുങ്ങുന്ന അത്രയും ഇങ്ങനെ എന്താ പറയാ, വല്ലാത്ത ഒരു അച്ചടക്കം പാലിക്കുന്ന ഒരു വ്യക്തിയല്ല ശശി തരൂർ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനെ പോലെ അല്ലെങ്കിൽ ഒരു ശരാശരി നേതാവിനെ പോലെ ഇത്രയൊന്നും എഴുതുകയും പറയുകയും അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കുകയും സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ സ്ഥിരം പ്രസംഗകനായി പോവുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ സ്വതന്ത്രമായ അഭിപ്രായം പറയേണ്ടി വരും. അത് ചിലപ്പോൾ സ്വന്തം പാർട്ടിക്ക് വിരുദ്ധമായിട്ട് പോലും വന്നേക്കാം. അടിയന്തരാവസ്ഥ പോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പോ അത് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് പറയേണ്ടി വരും. പക്ഷെ ഒരു ലേഖനം അത്രയൊന്നും ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ പാർട്ടിയെ, അതും പാർട്ടിയെ നിരന്തരം വിഷമവൃത്തത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയോടുള്ള നിലപാട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പാർട്ടിയോടാണോ അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണോ ചോറ് എവിടെയും കൂറ് അവിടെയാണെന്നുള്ള ആ ഒരു അവസ്ഥയാണോ എന്ന് ഈ ഇന്ത്യ മുഴുവൻ സംശയിക്കുന്ന, ആഗോളതലത്തിൽ തന്നെ സംശയം ഉണരുന്ന ഒരു ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എഴുതാനായിരുന്നെങ്കിൽ, അത്രയും സത്യസന്ധനും ആർജവവും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടില്ലല്ലോ ഈ രീതിയിൽ. എന്താ, അദ്ദേഹം അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിയാത്ത ഒരാളാണ്. ഈ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ ഒരു ഇരുണ്ട കാലം, ഇത് കോൺഗ്രസിനകത്ത് തന്നെ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് തന്നെ അടിയന്തരാവസ്ഥ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ ആ കാലത്ത് നടന്ന എന്താ പറയാ നൃശംസതകളെ കുറിച്ച് അവർ തന്നെ ഒരു കുമ്പസാരം പോലെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു തെറ്റായ നടപടി എന്ന് തന്നെയാണ്. കോൺഗ്രസ് ആ ഒരു പ്രത്യേക സമയത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ അങ്ങനെ ഒരു കളങ്കം അവരുടെ ദേഹത്തില്ലായിരുന്നെങ്കിൽ, അവർക്കില്ലായിരുന്നെങ്കിൽ എന്ന് പലവട്ടം നമ്മൾ ആലോചിച്ചു പോയിട്ടില്ലേ? അത്രയും പ്രഗത്ഭയായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ ഈ അടിയന്തരാവസ്ഥയുടെ കളങ്കം അവരുടെ യശോധാവല്യത്തെ എത്രമാത്രം കുറച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത് ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഞാനൊരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാനതിനെ പറയുന്നു. അതായത് സെൻസർഷിപ്പിന്റെ കാലമാണ്. ഒരു പത്രം പോലും ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ വല്ലാതെ നിഷേധിക്കപ്പെട്ടൊരു കാലമാണ്. പത്രം അച്ചടിച്ചിട്ട് ഈ സെൻസർമാരെ ഏൽപ്പിച്ച് കറുത്ത മഷി പുരട്ടിയിട്ട് വീണ്ടും ആ പത്രത്തിൽ അതുവരെ അച്ചടിച്ചതൊക്കെ കളഞ്ഞിട്ട് പുതുതായിട്ട് അടിക്കേണ്ടി വന്ന ഒരു കാലമൊക്കെ നമുക്കറിയാം. പല പത്രങ്ങളും അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസവും ഒക്കെ എഡിറ്റോറിയൽ, 1ാം പേജിൽ എഡിറ്റോറിയൽ ബ്ലാങ്ക് സ്പേസ് ആയിട്ടിട്ട കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ അത്ര അടിയന്തരാവസ്ഥ തീർച്ചയായിട്ടും ഒരു നല്ല സംഗതി ആയിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവരാരും അതിനെ അംഗീകരിക്കുന്നുമില്ല. പക്ഷേ ശശി തരൂരിനെ പോലെ ഒരാള് 10-25 വർഷമായിട്ട് 4 തവണ കോൺഗ്രസിന്റെ ലെവലിൽ MP ആയി കഴിഞ്ഞിട്ട് ഇപ്പോ ഈ 40-ാം മണിക്കൂറിലാണ് അദ്ദേഹത്തെ അടിയന്തരാവസ്ഥ ഒരു പാപമാണെന്നും അത് കോൺഗ്രസ്സുകാർ ചെയ്ത മഹാ തെറ്റാണെന്നും ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായിരുന്നു എന്നൊക്കെ കാണാൻ അദ്ദേഹത്തിന് ഇപ്പോഴാണോ ഈ ബോധം തെളിയുന്നത്? അതെന്ത് ബോധോദയ? അത് അല്ല, അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായെങ്കിൽ അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ മോദിയുടെ ഇന്ത്യ പറഞ്ഞിട്ടും എന്തുകൊണ്ട് പിടിച്ച് പുറത്താക്കുന്നില്ലെന്നേ? അല്ല, ഈ BJPയുടെ കാറ്റ് കൊള്ളുമ്പോ അല്ലെങ്കിൽ BJP കൊടുക്കുന്ന ഓഫറുകൾ മനസ്സിലിട്ട് താലോലിച്ച് ഒരു വല്ലാത്തൊരു സുഖമുണ്ടല്ലോ. ആ ഓഫറുകൾ യാഥാർത്ഥ്യമായാലുള്ള ആ ഒരു ദിവാസ്വപ്നത്തിന്റെ അല്ലെങ്കിൽ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ വല്ലാതെ അങ്ങ് കുളിരുമ്പോ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ചൊക്കെ ഓർമ്മ വരും. എഴുതാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് എഴുതുകയാണ്. അതിപ്പോ ശശി തരൂർ പറഞ്ഞറിഞ്ഞിട്ട് വേണ്ട, അതിനും അദ്ദേഹത്തിന്റെ വലിയ ത്യാഗമൊന്നുമില്ല. അന്ന് ത്യാഗം ചെയ്ത വേറെ ഒരുപാട് പേരുണ്ട്.
ജയിലിൽ പോയവരും അതിന്റെ പേരിൽ മർദ്ദനമേറ്റു വാങ്ങിയവരും അതിന്റെ പേരിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടവരൊക്കെ ഒരുപാടുണ്ട്. അന്നും ശശി തരൂർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പറഞ്ഞ അതിന്റെ ഒന്നും ഒരു കെടുതി അനുഭവിക്കാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ പോലും എനിക്ക് സംശയമുണ്ട്. ഞാൻ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ വളരെ നന്നായി എന്നൊക്കെ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെയേറെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഒന്ന് രണ്ട് വാക്ക് ഈ പറഞ്ഞ അദ്ദേഹത്തോട് എനിക്ക് പറയാനുണ്ട്, BJP-യുടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉല്ലാസ് ബാബുവിനോട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് കേട്ട് കഴിഞ്ഞാൽ പല ചർച്ചകളിലും BJP-യും അതുപോലെ തന്നെ CPM-ഉം ഒക്കെ തള്ളി മറിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ നിന്ന് വരുന്നവരെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലായിരുന്നു. CPM രണ്ടാം വട്ടം ഇപ്പൊ ഈ 2 ടൈമില് CPM വരുന്നവരെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമില്ലായിരുന്നു. ഇത് രണ്ടും പരശുരാമൻ മഴ പറഞ്ഞ് നേടിയതല്ല. CPM എവിടുന്നോ കണ്ടെത്തിക്കൊണ്ടുവന്ന ഒരു കേരളവും BJP ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തെ. 1991 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തില് ആ ഉദാരവൽക്കരണം അതുപോലെ തന്നെ ആഗോളീകരണം പുതിയ പുത്തൻ സാമ്പത്തിക നയത്തിന് കീഴിൽ കോൺഗ്രസ് മൻമോഹൻ സിംഗും നരസിംഹറാവു അതിനുശേഷം വന്ന പ്രധാനമന്ത്രിമാരും കൂടെ വളർത്തിയെടുത്ത അന്ന് ഈ പറഞ്ഞ പോലെ ദേശീയ അതായത് വിലക്കയറ്റമൊക്കെ എത്ര ശതമാനത്തിൽ, 4%, 3%, അതുപോലെ തന്നെ വളർച്ചാ നിരക്ക് 7%, 8%, 9%, ഒക്കെ വളർന്നൊരു കാലഘട്ടത്തിന്റെ കണ്ടിന്യൂവേഷൻ അല്ലേ നരേന്ദ്രമോദിയുടേത്? വെറും 2-3 ബ്രാൻഡ് ഉണ്ടായിരുന്ന ഒരു ടെലിഫോൺ കണക്ഷന്റെ 2 വർഷമോ 3 വർഷമോ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ഇന്ത്യയിൽ നിന്ന് ഇന്നീ കാണുന്ന ഇന്ത്യയിലേക്കുള്ള മാറ്റം, ഈ വിപ്ലവം, അന്ന് സാമ്പത്രോത എന്ന് പറയുന്ന ആളുകൾ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ വിപ്ലവത്തിന് ഈ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെയുള്ള വിപ്ലവത്തിന്റെ സാധ്യതകൾ രാജീവ് ഗാന്ധിയായിട്ട് ആലോചിച്ച് ചെയ്തപ്പോ അദ്ദേഹത്തെയൊക്കെ ഇന്ത്യയിൽ നിന്ന് നാട് വിട്ടു പോകേണ്ട സ്ഥിതി വന്നില്ലേ? TS ഉല്ലാസ് ബാബു, അതായത് ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ ഭാരതം അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് പുതിയ ഭാരതം എന്നാണ് തരൂരടക്കം പറഞ്ഞു വെക്കുന്നത്. പറയാലോ. ബഹുമാനായിട്ടുള്ള ശ്രീ ജോർജ് പൊടിപ്പാറ സാർ, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ആളാണ്. ബഹുമാനായിട്ടുള്ളൊരു സീനിയർ വ്യക്തിയുമാണ്, ജേർണലിസ്റ്റും ഒക്കെയാണ്. പക്ഷേ അങ്ങ് പറഞ്ഞു ഞങ്ങളുടെ തൊലിക്കട്ടി അല്പം കൂടുതലാണ്. ജോർജ് പൊടിപ്പാറ സാറേ, തൊലിക്കട്ടി അല്പം കൂടുതൽ തന്നെയാണ്. എന്താ കാരണം എന്നറിയാമോ? ഈ ഇന്ത്യ മഹാരാജ്യം ഉണ്ടാക്കിയത് നിങ്ങളല്ലല്ലോ, പരശുരാമനാണെന്ന് പറഞ്ഞില്ലേ? അങ്ങയോട് ഞാൻ പറയുന്നത്, ഈ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ, സാറ് പറഞ്ഞ സമയം, പറഞ്ഞ സ്ഥലം, പറയുന്ന ചാനലിൻ്റെ മുമ്പിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ തൊലിക്കട്ടി ആർക്കാണ് കൂടുതലുള്ളത് എന്ന് സാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണെന്നറിയാമോ? സാർ എന്തടിസ്ഥാനത്തിലാണ് കളിയാക്കിയത്? സാർ എന്തടിസ്ഥാനത്തിലാണ് വലിയ വീരവാദം പറഞ്ഞത്? സാർ എന്തടിസ്ഥാനത്തിലാണ് BJP-യുടെ മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു BJP-യുടെ മാത്രമാണെന്ന് സർവ്വവിധ ബഹുമാനത്തോടും പറയട്ടെ, പറയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്? എന്താണ് തുലനം ചെയ്തു നോക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഷ ഇത്ര കാലമായിട്ട് ആസ് എ സീനിയർ നിങ്ങൾക്ക് മനസ്സിലായില്ല? അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല? കോൺഗ്രസ് ഉണ്ടായിരുന്ന കാലഘട്ടം ഭരിച്ച കാലഘട്ടവും BJP ഭരിച്ച കാലഘട്ടവും തുലനം ചെയ്തു നോക്കുക. ആ തുലനം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും വിഷൻ, ഈ നാടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഈ നാടിന്റെ വളർന്നു വരുന്ന തലമുറയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഈ നാടിന്റെ വിവിധ മേഖലകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, വർഷാവർഷങ്ങൾക്ക് ഭരിച്ച നിങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ട കാഴ്ചപ്പാടും തമ്മിൽ തുലനം ചെയ്തു നോക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇന്ത്യ മഹാരാജ്യത്തോട് ചെയ്ത നീതികേട് വളരെ കൃത്യമായി മനസ്സിലാകും. ഞാൻ ചോദിച്ചോട്ടെ കൃഷ്ണരാജെ ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. നിങ്ങൾ BJP-യോടോ സംഘപരിവാറിനോടോ BJP-യുമായി ബന്ധമുള്ള ഒന്നിനോടും സപ്പോർട്ടില്ലാതെ നിങ്ങളൊന്ന് സാധാരണക്കാരനായിട്ട് ചിന്തിച്ചു നോക്ക്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ മേഖലയെടുത്തോ നിങ്ങൾ അത് വളർന്നു വരുന്ന ചെറിയ കുട്ടികളുടെ ആയിക്കോട്ടെ, വിദ്യാർത്ഥികളുടെ ആയിക്കോട്ടെ, ചെറുപ്പക്കാരുടെ ആയിക്കോട്ടെ, മധ്യവയസ്കരുടെ ആയിക്കോട്ടെ, വൃദ്ധന്മാരുടെ ആയിക്കോട്ടെ, കർഷകൻ്റെ ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, മറ്റ് ഇക്കണോമിക് ഗ്രോത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെയിൽവേ സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയായിക്കോട്ടെ, ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടുന്ന വാല്യൂ ആയിക്കോട്ടെ, ഇന്ത്യ മഹാരാജ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന നിരവധി മേഖലയായിക്കോട്ടെ,
ആയിക്കോട്ടെ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്നിട്ടുള്ള വളർച്ചയായിക്കോട്ടെ, എല്ലാം ഇവർ ഭരിച്ച കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആ കാഴ്ചപ്പാടിലേക്ക് മുന്നേ എത്താൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് അടിസ്ഥാന വർഗത്തിന് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ടോയ്ലറ്റുകൾ, പൊടിപ്പാറ സാറൊന്ന് കേട്ടോ, ടോയ്ലറ്റിൽ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സൗകര്യമില്ലാത്ത ഭാരതം ഉണ്ടാക്കിയെന്ന് കാലാകാലം ഭരിച്ച കോൺഗ്രസ് എഴുതി വെക്ക് നിങ്ങൾ. ഇനി വളർന്നു വരുന്ന പെൺകുട്ടികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ എന്തേ നിങ്ങൾക്ക് സാധിക്കാത്ത? അതിനുള്ള ബോധവും ബുദ്ധിയുള്ള ഒരൊത്തെണ്ണം അതിനകത്തുണ്ടായിരുന്നില്ലേ? കർഷക മേഖലയെ സംരക്ഷിക്കുന്നത് അത് പഴയ ആളുകൾ ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ് അത്ര നരേന്ദ്രമോദി ചെയ്തത്. ആണോ? ഇവര് കോൺഗ്രസ് പാർട്ടി സാധാരണക്കാരായിട്ടുള്ള വളർന്നു വരുന്ന ചെറിയ ചെറിയ അടിസ്ഥാന വർഗ വിഭാഗങ്ങൾക്ക് ചെയ്തു കൊടുത്തതിന്റെ തുടർച്ചയാണോ നരേന്ദ്രമോദി ചെയ്ത? കൃഷ്ണരാജ് ഒന്ന് പറ. ഏറ്റവും ചെറിയ കാര്യങ്ങൾ, കർഷകന്റെ അടക്കം, പെൺകുട്ടികളുടെ അടക്കം, മാതാപിതാക്കളുടെ അടക്കം ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാത്ത നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളാണ് ശരിയെന്ന് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ BJP അവരുടെ തുടർച്ചയാണെന്ന് പറയാൻ നിങ്ങൾക്കുണ്ടായത്? സാർ പറഞ്ഞോ, നിങ്ങൾ പഠിപ്പിച്ചോ, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച വെച്ചോ, നിങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്തോ. ഞാൻ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സമ്പദ് വ്യവസ്ഥ, വിദ്യാർത്ഥികൾ, വളർന്നു വരുന്ന തലമുറ, അൺഎംപ്ലോയിഡ് സെക്ടറിൽ ഉണ്ടായത്, സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വളർച്ച വന്നത്, സ്വയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്മൾ സ്വയം പര്യാപ്തത നേടണം, സ്വയം പര്യാപ്തത നേടണം. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ സ്വയം പര്യാപ്തത നേടേണ്ടത് എൻ്റെ മണ്ണിലെ എൻ്റെ വ്യക്തികളാണ് എന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് സാറേ അധികാരത്തിൽ വന്ന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൃത്യമായി പ്രഖ്യാപിച്ചതും വളർന്ന് വലുതാക്കാനുള്ള സാഹചര്യങ്ങൾ പൊതുസമൂഹത്തിനുണ്ടാക്കുന്നതും. നിങ്ങൾക്കൊരു പ്രയാസം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകേണ്ട, നിങ്ങൾ തുടങ്ങുന്ന കാര്യത്തിന് ഞാൻ കൂട്ടുനിന്നോളാമെന്ന് ഇന്ത്യൻ സർക്കാരിന് പറയാൻ സാധിച്ചത്. ആസ് എ ഗ്യാരണ്ടിയർ ഇന്ത്യൻ സർക്കാർ നിൽക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ എത്ര പദ്ധതികൾ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ? മൻമോഹൻ സിംഗിന് ചെയ്യാമായിരുന്നില്ലേ? അതിന് മുൻപുള്ള കോൺഗ്രസ് സർക്കാരിന് ചെയ്യാമായിരുന്നില്ലേ? എന്തേ നിങ്ങൾ ചെയ്യാഞ്ഞു? എന്തേ നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാവാഞ്ഞു? എന്തേ അതിനുള്ള കാഴ്ചപ്പാടുള്ള നേതാക്കന്മാർ നിങ്ങൾക്ക് ഉണ്ടാവാഞ്ഞു? എന്തേ നിങ്ങൾക്ക് ഭാരതത്തിനോട് സ്നേഹമുണ്ടാവില്ല? നിങ്ങൾക്ക് രാഷ്ട്രീയവും നിങ്ങൾക്ക് അധികാരവും നിങ്ങൾക്ക് അഴിമതിയുമായിരുന്നില്ലേ നിങ്ങളുടെ ആവശ്യം? എന്താ നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് 11 വർഷക്കാലമായി നിങ്ങൾക്ക് ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ പാർലമെന്റിൽ കിടന്നിട്ട് പ്രസംഗിച്ചോണ്ടായൂല. നിങ്ങൾ കൃത്യമായിട്ടുള്ള അഴിമതികൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ പൊടിപ്പാറ സാറുടെ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് എണ്ണണോ സാറേ? ഞാൻ അക്കമിട്ടെണ്ണണോ? ഈ നേരം മതിയാവില്ല. നിങ്ങളുടെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ കാട്ടുകൊണ്ടുപോയത്, മുടിച്ചു കൊണ്ടുപോയത്, പാവപ്പെട്ടവന്റെ അന്നത്തിന് കൈയിട്ട് വാരിയ ചരിത്രം ഞാൻ പറയണോ? എന്നിട്ട് അതിന്റെ തുടർച്ചയത്രേ നരേന്ദ്രമോദിയുടെ ഭരണവും BJPയുടെ ഭരണം എന്ന് പറയപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നല്ലതിന് നല്ലതെന്നും ശരിയെ ശരിയെന്നും അംഗീകരിക്കാൻ നിങ്ങൾ പഠിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാകും. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ വിഷമം വിചാരിക്കും. കാരണം BJPയുടെ ഒരു ധാരണ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വെച്ചത് കൃത്യമായ രാഷ്ട്രീയമായതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞത്. പിന്നെ ശശി തരൂരിൻ്റെ കാര്യത്തിൽ കൃഷ്ണരാജെ വളരെ വ്യക്തമല്ലേ? ശശി തരൂർ കോൺഗ്രസിൻ്റെ നേതാവാണ്, കോൺഗ്രസിൻ്റെ MP ആണ്. പിന്നെ ശശി തരൂരിൻ്റെ പേര് കോൺഗ്രസ് തന്നില്ല എന്നുള്ളത് അത് അവരുടെ കുറവാണ്. അവർ തന്ന പേരിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ്. ഒരാൾ കർണാടകയിൽ പാകിസ്ഥാൻ്റെ കൊടി വീശിയെ ജയ് വിളിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടൊരു വ്യക്തി. മറ്റൊരു വ്യക്തിയാണെങ്കിൽ പാകിസ്ഥാനിൽ പോയി ഭാര്യയുമായിട്ട് നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് അന്വേഷണം നേരിടുന്ന അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന മറ്റൊരു വ്യക്തി. ഇത്യാദി ആളുകൾ, ഇവരെ പോലെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് പോകാൻ പ്രാപ്തിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ എന്നുള്ള ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. പ്രാപ്തിയുണ്ടെങ്കിൽ പ്രാപ്തിയുണ്ടെന്ന് പറയാം. പിന്നെ നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച ഗുലാം നബി ആസാദ് BJPയുടെ ദേശീയ സമിതി മെമ്പറൊന്നുമല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ആനന്ദ് ശർമ്മയും BJPയുടെ നേതാവല്ല. അങ്ങനെ നിരവധി നേതാക്കന്മാരെ ഞാൻ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഞങ്ങളെക്കാൾ നല്ല ഭരണം 24/7 എന്നല്ലോ പറഞ്ഞത്? ആണോ 24 എന്നാണോ പറഞ്ഞ കൃഷ്ണരാജെ? 26 എന്നാണെന്ന് പറഞ്ഞത്. 24 മണിക്കൂറല്ല, നരേന്ദ്രമോദിക്ക് 26 മണിക്കൂർ വരെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കധികം ഹാർഡ് വർക്കിംഗ് ആണെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരായിരുന്നവരാണ്. നിങ്ങൾ അംഗീകരിച്ച്, നിങ്ങൾ ബഹുമാനിച്ച്, നിങ്ങൾ കൊണ്ടു നടന്ന്, നിങ്ങൾ കാവടിയാടി, നിങ്ങൾ ഏറ്റവും വലിയ നേതാക്കന്മാരെന്ന് പറഞ്ഞ വ്യക്തികൾ ഇന്നത് മാറ്റി പറയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിനകത്ത് പ്രാപ്തി കുറവുള്ള അല്ലെങ്കിൽ കാഴ്ചപ്പാട് കുറവുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണ് BJPയുടെ അഞ്ചത്തൊക്കെ വെക്കുന്നത്? ശശി തരൂർ പറഞ്ഞ വിഷയം അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ് തന്നെ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന്.
കോൺഗ്രസിന് ഇന്ദിരാഗാന്ധി തന്നെ അതിനെ ശരിയല്ല എന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ അടിയന്തരാവസ്ഥ ശരിയല്ല എന്നും അടിയന്തരാവസ്ഥ കാലഘട്ടം ഭാരതത്തിനോട് കാണിച്ചത് നീതികേടാണ് എന്നും ഇന്ത്യൻ ഭരണഘടന ഒരു കാരണവശാലും ഇവർ അംഗീകരിച്ചില്ല ആ സമയത്ത് എന്നും ഇന്ത്യയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അടക്കം ഹനിച്ച ആ പ്രവൃത്തിയെ പരിപൂർണമായി എതിർക്കുന്നുവെന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം തുറന്നെഴുതിയ ശശി തരൂരിനോട് നിങ്ങൾക്ക് എന്തിനാണ് വിരോധം? ഞങ്ങൾക്ക് ശശി തരൂരിനോട് ഇന്നുമില്ല സ്നേഹം, അന്നുമില്ല സ്നേഹം. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട്, കാഴ്ചപ്പാടുകളോട് ശരിയാണ് എന്ന് തോന്നിയാൽ, നാടിന് ഗുണകരമാണ് എന്ന് തോന്നിയാൽ, ഗുണകരമായ പ്രവൃത്തിയാണ് എന്ന് തോന്നിയാൽ ഞങ്ങൾ അംഗീകരിക്കുന്നേ. ഇന്ത്യ മഹാരാജ്യത്തിന് ശത്രുരാജ്യം വന്ന് ആക്രമിച്ച് പാവപ്പെട്ട ജനങ്ങളെ വെടിവെച്ചു കൊന്ന സമയത്ത്, അവിടെ കൃത്യമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തിയ സമയത്ത് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ അളിയൻ എന്ന് പറഞ്ഞ സോണിയുടെ മരുമകൻ, ആ വ്യക്തി എന്താ പറഞ്ഞതെന്നറിയോ? മുസ്ലിം സമൂഹത്തിൻ്റെ വേദനയാണെന്ന്. മുസ്ലിം സമൂഹത്തിൻ്റെ വേദന സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ നെഞ്ചത്തൊക്കെ വെടിവെച്ച് കൊല്ലുന്നതാണോ? അംഗീകരിക്കുന്നുണ്ടോ സാറേ? അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രശ്നം വന്ന് നമ്മൾ ഭാരതം കൃത്യമായി ഇടപെട്ട് കൃത്യമായി പാകിസ്ഥാന് മറുപടി കൊടുത്ത വിഷയം, ലോകരാഷ്ട്രങ്ങളിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായി പടപൊരുതാൻ ഭാരതം എടുത്ത തീരുമാനത്തിൽ ഭാരതം യാതൊരുവിധ കാരണവശാലും രാഷ്ട്രീയം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും പോയി ടെററിസത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും ഇതിനെക്കുറിച്ചുണ്ടായ കാര്യം വിശദീകരിക്കണമെന്നുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ തീരുമാനമെടുത്തപ്പോൾ എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ പോയി. ആ സമയത്ത് പോയ വ്യക്തിയല്ലേ ശശി തരൂർ? സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്, അദ്ദേഹത്തിന് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ പോയ പാർട്ടിക്കാരെ എല്ലാവരും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാം ഭാരതത്തെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വിരോധമുള്ളത് അവനവൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ അവനവൻ്റെ രാജ്യത്തിന് കറുത്ത ഇരുണ്ട ദിനങ്ങൾ സമ്മാനിച്ചിട്ട് ആ സമ്മാനിച്ച വിഷയം വിളിച്ചു പറയുന്ന സമയത്ത് ശശി തരൂർ അത്ര വലിയ സംഭവമല്ല എന്ന് പറയപ്പെടുന്ന മേനി നടിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ മനസ്സിനകത്ത് വരുന്ന അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകുന്ന പ്രയാസമാണത്. അതൊരിക്കലും BJP നെഞ്ചത്ത് വെച്ച് കെട്ടണ്ട. പിന്നെ ശശി തരൂർ പ്രാധാന്യമുള്ളവനാണോ കോൺഗ്രസിന്? കോൺഗ്രസ് ശശി തരൂർ വലിയ സംഭവമാക്കി കാണുമ്പോൾ നിങ്ങളുടെ പാർട്ടിയോട് ചോദിച്ചോ, നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിച്ചോ. ഞങ്ങൾക്ക് അതൊന്നും ബാധകമില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും നിലപാടിനോടാണ് അനുകൂലിച്ച് മറുപടി ഉണ്ടാവും. പക്ഷേ ബി റജി, അതായത് ഈ അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കുമ്പോൾ ശശി തരൂർ വിരൽ ചൂണ്ടുന്നത് ആർക്ക് നേരെയാണ്? ഇന്ദിരയ്ക്കെതിരെ, സഞ്ജയ് ഗാന്ധിക്കെതിരെ, അതുവഴി ആ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ആധിപത്യത്തിനെതിരെയാണ്. അതിലൊരു തർക്കവും വേണ്ട. അങ്ങനെയെങ്കിൽ കൃത്യമായി ഉന്നം വയ്ക്കുന്നത് രാഹുലിനെയാണ്. ഈ ഖർഗെയാണ് AICCയുടെ അധ്യക്ഷനെങ്കിലും രാഹുൽ അതുക്കും മേലെയാണല്ലോ കോൺഗ്രസ്സുകാർക്ക്. നോക്കൂ ശ്രീകൃഷ്ണരാജ്, ഇവിടെ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസിന് അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതി വരുത്തിയ 42ാം ഭരണഘടനാ ഭേദഗതിയെ 78-ലെ 44ാം ഭരണഘടനാ ഭേദഗതി വരുത്തുമ്പോൾ അതിനെ ഒരു തരത്തിലും അതിനെ ഇന്ദിരാഗാന്ധി എതിർക്കുകയുണ്ടായില്ല. മാത്രമല്ല, പ്രണബ് മുഖർജി ഉൾപ്പെടെയുള്ള, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആ കാലഘട്ടത്തിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ചില ഉദ്യോഗസ്ഥരുടെ നടപടികളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബഹുമാന്യനായ ശശി തരൂർ 2024 എഴുതിയത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാപരമായ നടപടിയായിരുന്നു അന്ന് സ്വീകരിച്ചത് എന്നാണ് ബഹുമാന്യനായ ശശി തരൂർ എഴുതി വെച്ചത്. അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റവും മലക്കം മറിച്ചിലും നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത ഒരു നേതാവും ആകുമ്പോൾ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് ഒരു നേതാവിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ്, അവരുടെ കമ്മിറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ്, അവരുടെ വിശ്വാസത്തിലെ നിലപാടുകളിലെ ഉറപ്പ് നോക്കിയിട്ടാണ്. ഇവിടെ ബഹുമാന്യനായ ശ്രീ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അദ്ദേഹം വളരെ വാചാലനായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ആ പാർട്ടിയുടെ നിലപാടുകളെ എതിർത്തുകൊണ്ട് പൊതുമധ്യത്തിൽ ആ പാർട്ടിയെ വിമർശന വിധേയമാക്കുവാൻ, എതിരാളികൾക്ക് കടിച്ചു കീറുവാൻ അവസരം ഇട്ടുകൊടുക്കുന്നതിനെ അദ്ദേഹം ന്യായീകരിക്കുമ്പോൾ ബഹുമാന്യനായ BJP സുഹൃത്തെ ഒന്ന് അദ്ദേഹം അങ്ങ് ആലോചിക്കൂ. 28/5/2025 ഇവിടെ കേരളത്തിൻ്റെ BJPയുടെ ജനറൽ സെക്രട്ടറി ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നതെന്നറിയാമോ? അതായത് നേതൃത്വത്തിൻ്റെ അറിവ് കൂടാതെ ഒരാളും ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കാൻ പാടില്ല, കോടതികളിൽ പോകാൻ പാടില്ല. ഇത് പാർട്ടിയുടെ അച്ചടക്കമാണ്. ഞാൻ ആ പാർട്ടിയെ കുറ്റപ്പെടുത്തിയല്ല ചെയ്തത്. ഓരോ പാർട്ടിക്കും അതിൻ്റേതായ അച്ചടക്കമുണ്ട്, അതിൻ്റേതായ ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ അതിന് മറികടക്കുന്നത് എന്തുദ്ദേശത്തിലാണ് എന്ന് സ്വയം വിലയിരുത്തുക കൂടി വേണം. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് മതേതരത്വത്തിലും ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ
പാർട്ടിയിലെ ഒരു അംഗത്വമാകുമ്പോൾ അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് നോവും. കാരണം ഈ എന്താണ് ബീഹാറിലെ SIR നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സ്വാതന്ത്ര്യമാണല്ലോ തരൂർ ഇങ്ങനെ ആവർത്തിച്ച് പങ്കുവെക്കുന്നത്. അതെ, അപ്പൊ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചാണല്ലോ. പിന്നെ എങ്ങനെയാണ് തരൂർ നിങ്ങൾക്ക് അന്യനാകുന്നത്? തരൂര് ഒരു പാർട്ടിയുടെ അച്ചടക്കത്തെ അദ്ദേഹം ലംഘിക്കുമ്പോൾ, അദ്ദേഹം പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ എതിർ പാർട്ടിക്കാർ അല്ലെങ്കിൽ BJP-കാർ ആ നടപടികളെ BJP-കാർ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അതാണ് ചോദിക്കുന്നത്. BJP-കാർ ഇറക്കിയിട്ടുള്ള സർക്കുലർ അവരവരുടെ പാർട്ടിയുടെ നേതൃത്വം അറിയാതെ അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നാണ്. എന്നിട്ട് എതിർ പാർട്ടിയിലെ ഒരാൾ ആ പാർട്ടിയുടെ നയപരമായ നിലപാടുകളെ എതിർക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ രംഗത്ത് വരുന്നു. എത്ര വിരോധാഭാസമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ BJP അവർക്ക് സഹിക്കില്ല. കാരണം എന്താണ്? അദ്ദേഹം വഴങ്ങുമെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയേണ്ട കാര്യം ചോദിക്കൂ. നോക്കൂ, ഞാൻ ഇത് പറഞ്ഞു തീരട്ടെ. അതായത് ശരി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു പറഞ്ഞാട്ടെ. ഒറ്റ ചോദ്യം, സോറി ചേട്ടാ, ഈ പറഞ്ഞതിൻ്റെ മറുപടിയിൽ അതും കൂടി ഉൾക്കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചേട്ടാ. അങ്ങ് പറഞ്ഞല്ലോ BJP-യുടെ ഒരു പ്രസ് റിലീസ് ഒരു സർക്കുലറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അങ്ങ് പറഞ്ഞല്ലോ. ചോദിച്ചോട്ടെ റേച്ചേട്ടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്രക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്നിട്ട്, അതേതും ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, നേതാവ് ആയിക്കോട്ടെ, ആ മൈക്ക് അങ്ങ് മാറ്റി അല്ലെങ്കിൽ കടലാസ് അങ്ങ് വലിച്ചു തീരി കളയുന്നത് അത് ശരിയാണോ സാർ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 10 വർഷം ഉണ്ടായിരുന്ന ആളെ റിമോട്ട് കൺട്രോൾ ചെയ്ത് ഭരിച്ച് ആ പ്രവൃത്തി നടത്തിയിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള സോണിയ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ അങ്ങ് നോക്കണം സാർ. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും സോണിയ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും എത്ര വാല്യൂ നിങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കൊടുത്തു എന്ന് അങ്ങൊന്ന് ഇതിനകത്ത് മറുപടി പറഞ്ഞു. രാഹുൽ ചെയ്ത പ്രവൃത്തിയും അങ്ങൊന്ന് പറഞ്ഞു തന്നാൽ സന്തോഷമായിരുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അങ്ങ് ചോദിച്ചത് വളരെ ഒരു പ്രത്യേക പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ബഹുമാന്യനായ നരേന്ദ്രമോദി ഒരു തവണയെങ്കിലും പത്രക്കാരെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അതേസമയം അതിനു മുമ്പ് കോൺഗ്രസ് നോക്കൂ, ഇനി അത് മാത്രമല്ല, 14 തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഞാൻ ഇടപെട്ടു, ഞാനാണ് ആ ഒരു സീസ് ഫയർ ഉണ്ടാക്കാൻ ഇടപെട്ടതെന്ന് പറഞ്ഞു. ആരെങ്കിലും, അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആരെങ്കിലും ഒരാൾ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ കോൺഗ്രസിനെ കുറ്റം പറയുമ്പോൾ ഇതോടെ നോക്കണം. കാരണം ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ഇവർക്ക് ട്രംപ് പറയുന്നതാണോ വിശ്വാസം, അതോ ഭാരത സർക്കാർ പറയുന്നതാണോ വിശ്വാസം? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ട്രംപിനെയാണോ കോൺഗ്രസിന് വിശ്വാസം, ഭാരതത്തിന്റെ സർക്കാരിനെയാണോ വിശ്വാസം? സർക്കാർ പറഞ്ഞോ? വിദേശമന്ത്രി കൃത്യമായി പറഞ്ഞു, വിദേശകാര്യമന്ത്രി കൃത്യമായി പറഞ്ഞില്ലേ, ആരുടെയും ഉണ്ടായിരുന്നില്ല, കൃത്യമായി പറഞ്ഞില്ലേ. അപ്പൊ കോൺഗ്രസ് ഇഷ്ടം ട്രംപിനെ അംഗീകരിക്കുകയാണ്. ഈ ചിറ്റമ്മ നയം നിർത്തന്റെ രജിസാറെ, അത് തന്നെയാണ് മൂന്നാമത്തെ തവണയും ഹീറോ പ്രതിപക്ഷത്തിരിക്കുന്നത്. എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് സംബന്ധിച്ച് ഒരു അക്ഷരം സംസാരിച്ചിട്ടുണ്ടോ? എന്റെ ചോദ്യം ഡയറക്റ്റാ. ട്രംപിനെയാണോ വിശ്വാസം, ഇന്ത്യയുടെ സർക്കാരിനെയാണോ വിശ്വാസം? പറ. ഇന്ത്യ ഗവൺമെന്റിനെ. പക്ഷെ ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ട് അതിലൊരു ശബ്ദം ഉയർത്തുന്നില്ല? പിന്നെ ട്രംപ് പറഞ്ഞ കാര്യം വിളിച്ചാവുന്ന കാര്യം എന്താ ഉള്ളത്? 14 തവണയാണ് ട്രംപ് ആവർത്തിച്ചത്. 14 തവണ. എന്തുകൊണ്ട്? 25 തവണയായിക്കോട്ടെ. ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ബഹുമാനായ ജയശങ്കർ കൃത്യമായി പറഞ്ഞില്ലേ, അതിനെല്ലാം അംഗീകരിക്കണ്ടേ? എവിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി? അദ്ദേഹം എന്തുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല? ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം പറയാൻ പാടുള്ളൂ എന്ന് എന്താ തീരുമാനം? ഞങ്ങളുടെ സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്, കൃത്യമായ ശൈലിയുണ്ട്. പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ട ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത BJP അതിന്റെ അനുബന്ധ സംഘടനകളും കോൺഗ്രസിനെ എക്കാലവും എതിർക്കും. ഒരു സംശയവുമില്ല, അതിലൊരു തർക്കവുമില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും നിങ്ങൾ വഹിച്ചിട്ടില്ല. ഈ നോക്കൂ, ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന് 1980 ലഭിച്ച സീറ്റിന്റെ എണ്ണം എത്രയാണെന്നറിയാമോ? 353 സീറ്റോടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മറക്കരുത്. ശ്രീ ബി റജിയിലേക്ക് വരാം. ഡോക്ടർ ജി ഗോപകുമാർ, അതായത് നമ്മൾ പറഞ്ഞു വന്നത് തരൂർ കോൺഗ്രസിനുള്ളിൽ നിന്ന് ആവർത്തിച്ച് കോൺഗ്രസിനെ നോവിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് BJPക്ക് ഉപയോഗപ്പെടുത്താം. അതൊരു വശത്ത്. 2, അങ്ങനെ പെട്ടെന്ന് പുറത്താക്കിയതിലൂടെ BJPയിലേക്ക് ചെന്ന് കയറണ്ട എന്ന് കോൺഗ്രസിനും തീരുമാനിക്കാം. പക്ഷേ ഇത് രണ്ടിനുമിടയിൽ കോൺഗ്രസിനുള്ളിൽ തരൂരിനെ പോലെ അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ ആ അഭിപ്രായങ്ങളെ അവരെ കൂട്ടിച്ചേർത്ത്
മറ്റൊരു സ്വാധീനം ഉറപ്പിക്കൽ അത് തരൂർ ലക്ഷ്യമിടുന്നുണ്ടോ? കാണത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ ഒരു റിബൽ ഗ്രൂപ്പോ കൊണ്ടുവന്ന് കോൺഗ്രസ്സിനകത്തൊരു വിപ്ലവം നടത്തേണ്ട ആവശ്യമൊന്നും തരൂറിനില്ല. അത് ചെയ്യുന്നത് വേസ്റ്റേജ് ഓഫ് എനർജി ആയിട്ട് അയാൾ കണക്കാക്കുള്ളൂ. കാരണം തരൂരിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമാനാണ്. അത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയോ പിളർന്നോ അങ്ങനെ ആ ഒരു കപ്പാസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ വളരെ സ്ഥാനക്കുറവേ ഉണ്ടാവുള്ളൂ. ഇത് വളരെ ക്ലിയറാണ്. അദ്ദേഹം ഒരു കരിയർ ആഗ്രഹിക്കുന്നു, ഇനിയും ഒരു നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നു. അത് പാർട്ടി ഉണ്ടാക്കി ജയിച്ച് മുന്നോട്ട് വരാൻ. പക്ഷേ സാർ, എൻ്റെ ഒരു സംശയമാണ്. അതായത് ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്, ആ അവസ്ഥയിലേക്ക് തരൂർ വന്നല്ലേ പറ്റൂ. അതില്ലാതെ ഇങ്ങനെ തുടരുന്നിടത്തോളം കാലം ഈ തരൂരിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം അത് ചോദ്യം ചെയ്യപ്പെടില്ലേ? ഇല്ല, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ KC വേണുഗോപാൽ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ ഉണ്ടെന്ന്. അപ്പോൾ ദിവസവും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ലക്ഷ്മണരേഖ കടക്കും. അപ്പോൾ നിർബന്ധിതമാകും, നടപടിയെടുക്കാൻ ഒരു സമയം കഴിയുമ്പോൾ നിർബന്ധിതമാകും. തരൂർ എന്ത് പറഞ്ഞാലും അതിന് വാർത്താമൂല്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ BJP നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സിനെ അത് പരിങ്ങലിലാക്കുന്നു. അപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമ്പോൾ ആ പ്രതിരോധത്തിന് ഒരു പരിമിതിയില്ലേ? ആ ലെവലിലെത്തുമ്പോൾ നടപടി വരാതിരിക്കാൻ പറ്റില്ല. അതുവരെ പ്രൊവോക്ക് ചെയ്യും. ഈ പ്രൊവൊക്കേഷൻ തരൂർ ചെയ്യുന്നതെല്ലാം BJPക്ക് സന്തോഷമാണ്. അപ്പോൾ ഈ കളി എത്ര നാൾ പോകുമെന്നുള്ളത് നമുക്ക് കാണേണ്ട കാര്യമാണ്. ഒരുപാട് നീണ്ടു പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ വ്യക്തമായിട്ട് KC വേണുഗോപാൽ പറഞ്ഞല്ലോ, പാർട്ടിയുടെ സെക്രട്ടറിയും കൂടെയാണല്ലോ, ഔദ്യോഗിക സെക്രട്ടറിയും കൂടെയാണല്ലോ, എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അകത്തുനിന്ന് സമ്മർദ്ദം വരും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്ന്. തരൂർ ആഗ്രഹിക്കുന്നതും ആ നടപടിയാണ്. അല്ലാതെ ഇതിങ്ങനെ ലോഞ്ചിവിറ്റി ഇങ്ങനെ വിട്ടുകൊടുത്ത് ഇഷ്ടംപോലെ ചീത്ത പറഞ്ഞോ, ഞങ്ങൾക്ക് ഉൾപാർട്ടി ജനാധിപത്യം ഉള്ളതുകൊണ്ട് എന്തും പറയാം മാർക്ക് എന്ന് പറയുമ്പോൾ ഇമേജ് പോവുകയില്ലേ, ആ പാർട്ടിയുടെ തന്നെ ക്രെഡിബിലിറ്റി പോവുകയില്ലേ? അതുകൊണ്ട് കൃഷ്ണരാജ് പറഞ്ഞ പോലെ മറ്റൊരു പാർട്ടി ഉണ്ടാക്കാനോ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കാനോ ഒന്നും തരൂർ പോവില്ല. തരൂറിന് വേണ്ടത് ചില സ്ഥാനങ്ങളാണ്. ഇപ്പോ തരൂർ പോകാം എന്ന നിലയിലേക്ക് എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതെ. അപ്പോൾ അതിനൊരു പെട്ടെന്നൊരു പോക്കുണ്ടായാൽ പോലും കോൺഗ്രസിന് അത് ഞെട്ടലായി മാറില്ല. സ്വാഭാവികമായും കോൺഗ്രസിനോട് അകന്നു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യം അതല്ല പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമോ എന്നല്ല എൻ്റെ സംശയം. മറിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് വിയോജിപ്പുള്ളവരെ കൂടെ കൂട്ടി ഒരു പോക്കാണെങ്കിലോ? എനിക്ക് തോന്നുന്നില്ല. കാരണം തരൂർ ഒരു സാമ്പ്രദായിക രാഷ്ട്രീയക്കാരനല്ല, ഒരു കൺവെൻഷണൽ പൊളിറ്റിക്കൽ ലീഡർ അല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മികവുമില്ല, അതിനുള്ള കഴിവുമില്ല. മാത്രമല്ല ഇതിനുള്ള ചെലവും ബുദ്ധിമുട്ടും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കോൺഗ്രസിനെ പരിക്കേൽപ്പിക്കുന്നതിനേക്കാൾ BJPക്ക് കൂടുതൽ സുഹൃത്തായി മാറുന്ന ഒരു സാഹചര്യം എത്തുന്നതല്ലേ അദ്ദേഹത്തിന് ഗുണമുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇനിയുള്ള സമയങ്ങളിൽ. ഇപ്പോൾ 66 വയസ്സോ എന്തോ ആയിട്ടുണ്ട്. അല്ല ഒരു കൗതുകത്തിന് വേണ്ടി അത് എന്താകാനാണ് സാധ്യത? അത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് ഉപരാഷ്ട്രപതിയുടെ പൊസിഷൻ വേക്കൻസി വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അതല്ല ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പെർമനൻറ്റ് മെമ്പർ സ്ഥാനമാണോ, അതുമല്ല അമേരിക്കയിലെ അംബാസഡറാണോ, ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഇല്ലെങ്കിൽ ഉന്നത പദവിയാണ് ഓഫർ ചെയ്യുന്നതെന്നാണ് ഇവിടെ ഡൽഹിയിലൊക്കെ ചർച്ചകൾ വരുന്നത്. ആ ചർച്ചയുടെ അനുസരിച്ച് നോക്കുമ്പോൾ തരൂറിന് പറ്റിയത് ഏതെങ്കിലും ഇങ്ങനെ ഒരു നല്ല പോസ്റ്റിൽ പോയിരുന്ന് പ്രസംഗിച്ചൊക്കെ ഇരുന്ന് ബാക്കിയുള്ള കാലം നന്നായിട്ട് കഴിക്കുക എന്നുള്ളതല്ലാതെ കൃഷ്ണരാജ് ഉദ്ദേശിച്ച പോലെ ഒരു പാർട്ടിയെ ഒന്നും ഉണ്ടാക്കാനോ സംഘടന ഉണ്ടാക്കാനൊന്നും തരൂർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന് ഗുണകരമാവില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ കോൺഗ്രസിന് നേരത്തെ അറിയാം അവരുടെ രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാവില്ല തരൂർ എന്ന്. അതുകൊണ്ടാകും ഒതുക്കി നിർത്താൻ ശ്രമിച്ചത്, അതാകും വിനയായത് അല്ലേ? മുമ്പ് ശ്രീ ഉല്ലാസ് ബാബു എനിക്കെതിരെ നടത്തിയ ആക്രമണത്തെ കുറിച്ച് അത് ഞാൻ മറുപടി പറയാൻ അങ്ങനെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ എങ്ങനെ ഒരു ഇന്ത്യ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് 40 കോടി ജനത്തിന് ഭക്ഷണമില്ലാതെ അരിയുടെ തുണിയുടെ വിശന്നുപരിയും വിദ്യാർത്ഥി ആറ്റം ബോംബെന്ന് ഓർത്തോളൂ എന്ന് പറഞ്ഞ് തെരുവിൽ മുദ്രാവാക്യം വിളിച്ച ഒരാളാണ് ഞാൻ. ആദ്യമായിട്ട് ഞാൻ റോഡിലിറങ്ങിയത് അത് പറഞ്ഞിട്ടാണ്. 40 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ അമേരിക്കയുടെ PL480 സ്കീം പ്രകാരം സോയാബീൻ എണ്ണയും അതുപോലെ തന്നെ ഗോതമ്പൊടിയും വന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ഇന്ത്യ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതായത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയതൊക്കെ BJP 2014 അല്ലെങ്കിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴല്ല. അല്ല, അഭിഷേകത്തിന് ചെറിയൊരു മറുപടി പറയാണ് ഞാൻ. ഭരണം എന്ന് പറയുന്ന ഒരു നൈരന്തര്യമാണ്. നമുക്കറിയാം, ഇക്കണോമിക്സിൽ ഒരു നിയമമുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് ആ ഭാഷയിലൊന്നും അല്ല പറയുന്നത്.
എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറി ഉണ്ട്, ഒരു ക്രിട്ടിക്കൽ മിനിമം എഫർട്ട്, ഒരു ഗ്രൗണ്ട് സ്പീഡ്. ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ എയറോഡ്രോമിൽ കൂടെ അല്ലെങ്കിൽ റൺവേയിലൂടെ ഒരു മിനിമം ഹൈ സ്പീഡിലെങ്കിലും ആർജിക്കാൻ പറ്റില്ല വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ അടിസ്ഥാനപരമായിട്ടുള്ള ആ സ്പീഡ്, അതിലേക്ക് ഒരു എക്കോണമി എത്തുമ്പോൾ മാത്രമേ അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ബേസിക് സ്പീഡ്, ഒരു അടിസ്ഥാന സ്പീഡ് ഉണ്ടാക്കിയത് 91 സാമ്പത്തിക വിപ്ലവത്തിന് ശേഷമാണ്. അതിന്റെ ആ ഒരു ബേസിലാണ് ബി ജെ പി സർക്കാരിന് കുറച്ചുകൂടി വേഗത്തിൽ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സമ്പദ്ഘടനയെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഞാൻ പറയുന്നത് ഭരണം എന്നൊരു നൈരന്തര്യമാണ്. അത് ആരുടെയും മാത്രമല്ല, അതൊരു കണ്ടിന്യൂവേഷനാണ്. അതിനകത്ത് കോൺഗ്രസിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ കോൺട്രിബ്യൂഷന് തുടർച്ചയായിട്ട് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ അല്ലാത്ത അതിന് UPA സർക്കാരുകൾക്കുണ്ട്. അതിന് തുടർച്ചയായിട്ട് വന്ന നരേന്ദ്രമോദി സർക്കാരിനും സാമ്പത്തിക വികസനത്തിൽ പങ്കുണ്ട്. പക്ഷെ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളുടേത് 1000 മടങ്ങും ഇത് അപ്പുറത്ത് ഒന്നും അല്ലാതാക്കരുത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് അഭൂതപൂർവമായ വളർച്ചയുണ്ട്. ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. അതുകൊണ്ട് ഉല്ലാസ് ബാബു ചോദിച്ച ഭാഷയിൽ മറുപടി പറയാനില്ലാഞ്ഞിട്ടല്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് അടിസ്ഥാനപരമായിട്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സജീവ അംഗം അല്ല താൻ. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ലാത്തത്. തെറ്റായിരുന്നു എന്ന് പറയാൻ എനിക്ക് മടിയില്ലാത്തതും അതിന്റെ തരൂരിലേക്ക് വരുമ്പോ എന്റെ പ്രശ്നം, ഇപ്പൊ ഗോകുമാർ സാർ പറഞ്ഞതിലും റെജി പറഞ്ഞതിന് അപ്പുറത്ത് തരൂരിനെ കുറിച്ച് പറയാനില്ല. സത്യത്തിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വകതിരിവ് വേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ പക്ഷം. പക്ഷെ അദ്ദേഹം നിർഭാഗ്യവശാൽ അദ്ദേഹം ഒന്നാന്തരം ക്ലൈംബർ എന്നോ കരിയറിസ്റ്റ് എന്നോ പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു ക്ലൈംബറുടെ സ്വഭാവം എന്താണെന്നറിയാലോ? അതായത് ആരുടെ തോളിൽ ചവിട്ടിയിട്ടായാലും ശരി, ആരെ ചവിട്ടി താഴ്ത്തിയിട്ടായാലും ശരി, അത് അന്ന് കാലത്ത് അല്ലെങ്കിൽ ആപത്ത് രക്ഷിച്ചവരാകട്ടെ ഒരു കൈ സഹായം കൊടുത്ത് പിടിച്ച് ആ ചെളിക്കുഴിയിൽ നിന്ന് അല്ലെങ്കിൽ വല്ലാതെ വീണ് കിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു കൈ പിടിച്ച് ഉയർത്തിയ ആളായാലും ശരി, സോണിയാഗാന്ധി ആയാലും കൊള്ളാം, മൻമോഹൻ സിംഗ് ആയാലും കൊള്ളാം, കോൺഗ്രസ് പാർട്ടി ആയാലും കൊള്ളാം, എനിക്ക് എന്റെ വളർച്ച മാത്രമാണ് പ്രധാനം. അതിന് എന്നെ ഞാനാക്കിയ ആരെയും ഒറ്റിക്കൊടുക്കാൻ, ആരെയും ചവിട്ടിത്തള്ളാൻ എനിക്കൊരു മടിയില്ല. ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞു, ലക്ഷണയുക്തനായ ഒരു ക്ലൈംബർ അല്ലെങ്കിൽ ഒരു കരിയറിസ്റ്റ് ആണ് ശശി തരൂർ. ഒരു സംശയമില്ല. BJPക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ട്. കോൺഗ്രസിലെ ഇത്രയും കരുത്തനായ, രാജ്യം ആദരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ്, വർക്കിംഗ് കമ്മിറ്റി അംഗം ഈ രീതിയിൽ ആ പാർട്ടിക്ക് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊരു പ്രയോഗമാണ് ഏറ്റവും എനിക്ക് പറയാൻ തോന്നുന്നത്. അതായത് അദ്ദേഹം ഈ പറയുന്ന പറന്നുയരുന്ന പക്ഷിയെ കുറിച്ച് എന്റെ ചിറകുകളാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു പക്ഷിയും സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കാറില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും എഴുതിയിട്ടുണ്ട്. എനിക്കും തോന്നുന്നത് അത് തന്നെയാണ്. ഇത്രയൊക്കെ വലിയ പക്ഷികളെ കുറിച്ച്, പക്ഷിയുടെ മഹത്വത്തെ കുറിച്ച് പറയുന്ന, ചിറകിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ശശി തരൂർ ഓർക്കേണ്ടത് ഒരു പക്ഷിയും സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കാറില്ല. ശരി, ആ കൂടൊക്കെ വിട്ടു പോയി എന്നാണ് തോന്നുന്നത്. ശരി, അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, അതായത് ഈ ഒരു എത്തും പിടിയും കിട്ടാത്ത സ്വഭാവമാണ് തരൂർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ ഒരാൾ, ഏറ്റവും യോഗ്യനായ ഒരാളെന്ന് VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും KC വേണുഗോപാലിനോടും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇടുന്നത്. നിങ്ങൾ കാണൂ, ഞാനാണ് ഏറ്റവും യോഗ്യനെന്ന് ഒരേ സമയം പറയുകയും മറുവശത്ത് മോദിയെ പ്രകീർത്തിക്കുന്നു, പുതിയ ഇന്ത്യയെക്കുറിച്ച് പറയുന്നു. BJPക്ക് പിടികിട്ടുന്നുണ്ടോ തരൂരിനെ? അവിടെയാണ് ശ്രീകൃഷ്ണരാജ് 2.5 മിനിറ്റുള്ളൂ എന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ജോർജ് പൊടിപ്പാറ പറഞ്ഞു, അത് റൺവേയിൽ ഓടിച്ചാൽ കൃത്യമായി ഓടിക്കുന്ന സമയത്താണ് ടേക്ക് ഓഫിനുള്ള ഗുണം കിട്ടുള്ളൂ. അതൊരു ടേക്ക് ഓഫ് ചെയ്തവരാണ് നമ്മളൊക്കെ. മൂപ്പൊക്കെ റൺവേയിൽ വണ്ടി ഓടിച്ച ആൾക്കാരാണ് പറഞ്ഞു. ഞാൻ അവരോട് ഇത്രയൊക്കെ അറിയുന്നുള്ളൂ. വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയാമോ? റൺവേയിൽ മാത്രം ഓടിച്ച് കയറുന്ന വിമാനം പൊന്തൂല. റൺവേയിൽ കൃത്യസമയത്തും ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്ററിലേ ഓടിക്കാൻ പാടുള്ളൂ. ആ മീറ്ററിനകത്ത് കൃത്യമായ വേഗത ഉണ്ടാവണം. എങ്കിലേ അത് കൃത്യസമയത്ത് പൊന്തി കൃത്യമായി കൈകാര്യം ചെയ്ത് കൃത്യമായി പറന്ന് ലക്ഷ്യസ്ഥാനത്തെത്തുള്ളൂ. പക്ഷെ ഇല്ലെങ്കിൽ അത് ലക്ഷ്യസ്ഥാനം ഇല്ലാണ്ട് അങ്ങനെ കിടന്ന് കറങ്ങും. അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് ഇല്ലാണ്ട് അങ്ങനെ കറങ്ങായിരുന്നു നിങ്ങളുടെ സർക്കാരുള്ള സമയത്ത്. സ്വാഭാവികമായിട്ട് പണി അറിയുന്ന മിടുക്കന്മാർ വന്ന സമയത്ത് അത് കൃത്യമായ മീറ്ററിൽ ഓടിച്ച് കൃത്യമായ രീതിയിൽ പൊന്തിച്ച് കൃത്യമായ രീതിയിൽ ഉയർത്തി പറത്തി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നു എന്ന് മാത്രം. ആ പ്രോസസ്സ് നടക്കുന്നു.
നിങ്ങളുടെ ആളുകൾക്ക് അത് സാധിക്കാതെ വന്നതിന് എൻ്റെ നെഞ്ചത്ത് കയറിയിട്ടോ കൊഞ്ഞനം കൂത്തിയിട്ടോ കാര്യമില്ല. ശശി തരൂരിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇന്ത്യയെക്കുറിച്ച്, പുതിയ ഇന്ത്യയെക്കുറിച്ച് സ്വപ്നം കണ്ടുവെങ്കിൽ അത് അദ്ദേഹം ഭാരതീയനല്ലെന്നേ, കണ്ടോട്ടെ. എനിക്കും താങ്കൾക്കൊക്കെ അതിനുള്ള അവകാശമുണ്ടല്ലോ. പുതിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, BJP നേതാവിനെ അല്ലല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെയും സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെയും സർക്കാർ നേരിടുന്ന വിഷയങ്ങളിൽ എടുക്കുന്ന കൃത്യതയെയും സർക്കാർ ചെയ്യുന്ന പ്രവർത്തികളെയും ഇന്ത്യയുടെ ഒരു പൗരൻ എന്ന രീതിയിൽ, MP എന്ന രീതിയിൽ അദ്ദേഹം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആയതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം നടക്കുന്ന ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പാടില്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞതുകൊണ്ട് ഭരണപക്ഷത്തെ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ കോൺഗ്രസ് എടുക്കുന്ന പല ശൈലിയും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ശശി തരൂരിനോട് വിരോധമുള്ളത് ഒരു കാരണവശാലും രാഷ്ട്രീയപരമല്ല, അത് കുടുംബപരമാണ്. സോണിയയോട്, രാഹുലിനോട്, പ്രിയങ്കയോട് പറഞ്ഞത് കേൾക്കാതെ ഖാർഗെയോട് അദ്ദേഹം മത്സരിച്ചു എന്നുള്ള ഒരൊറ്റ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് സോണിയ, പ്രിയങ്ക, രാഹുൽ ത്രയം ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നതും ഇയാളെ എങ്ങനെങ്കിലും ഒതുക്കണമെന്ന് പറയുന്നത്. അത് അവരുടെ രാഷ്ട്രീയമാണ്. BJPക്ക് അത് വിഷയമല്ലെന്ന്, അത് അവരുടെ രാഷ്ട്രീയമാണ്, അവരുടെ തീരുമാനങ്ങളാണ്. പക്ഷെ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വിഷയം, അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, ഭാരതത്തിനൊരു പ്രതിസന്ധി വന്ന സമയത്ത് ഭാരതത്തിൻ്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ ഭാരതത്തിന് വേണ്ടി, എൻ്റെ കൺട്രിക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നു. ആ തീരുമാനം കറക്റ്റ് അല്ലേ കൃഷ്ണ? ആർക്കെതിരെ എതിർക്കാൻ? തെറ്റായിരുന്നു. ബഹുഭൂരിപക്ഷം ആളുകൾ അംഗീകരിക്കുന്നത് അംഗീകരിക്കില്ല. എന്താ കുഴപ്പം? ചോദ്യം കേട്ടില്ല. അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം, ചോദ്യമില്ല. ഈ ശശി തരൂരിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് നടപടിയെടുക്കാൻ നിർബന്ധിതമാകും. ആ നിലയ്ക്കുള്ളൊരു രാഷ്ട്രീയ പ്രകോപനമാണ് തരൂർ നടത്തുന്നത്. അത് വെറുതെ വളരെ ഒരു ഉത്തരവാദിത്തമില്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അത് ഒരു ഇന്നസെൻ്റ് അപ്രോച്ച് കാണിക്കുന്നെങ്കിലും വളരെ വ്യക്തമാണ്, കോൺഗ്രസ് തന്നെ പുറത്താക്കിയാൽ മാത്രമേ തനിക്ക് അടുത്ത മുന്നോട്ടുള്ള നടപടി എടുക്കാൻ പറ്റുള്ളൂ. സ്വയം രാജിവെച്ചാൽ MP സ്ഥാനം പോകുന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് നടപടി എടുക്കാതിരുന്നാൽ കോൺഗ്രസ് തന്നെ കൂടുതൽ സമ്മർദ്ദത്തിലാകും. അപ്പോൾ അതിൽ കൂടുതൽ സന്തോഷിക്കുന്നത് എന്തായാലും BJP ആണ്. BJPക്ക് ഇത് രണ്ടിൻ്റെയും കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല, എന്തോ ആയിക്കൊള്ളട്ടെ അവർ തമ്മിൽ എന്നുള്ള മട്ടിൽ കാണും. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സവിശേഷതയെ കൊണ്ട് എത്തിച്ചു. അതിന് തരൂരിനെ പോലെ ഒരാളെ കിട്ടി എന്നുള്ള കാര്യത്തിൽ BJPക്ക് അല്പം സന്തോഷിക്കാനുമാണ്. ഏതായാലും കോൺഗ്രസിന്റെ റൺവേയിലല്ല ശശി തരൂരിന്റെ പറക്കൽ, BJPയുടെ വൺവേയിലാണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമായിട്ടുമില്ല. പക്ഷെ വൈകാതെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഡോക്ടർ G ഗോപകുമാർ, ജോർജ് പൊടിപ്പാറ, B റജി ചർച്ചയിൽ പങ്കുചേർന്നതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.